ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്ദിർ നയിക്കുന്ന ലളിത സഹസ്രനാമ പഠന ക്ലാസ്. നമ്മുടെ ക്ലാസ് നയിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ശ്രീനിവാസൻ പന്തിലെങ്കിലാണ്. ക്ലാസ് നയിക്കുന്നതിന് മാഷിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ മാഷെ. നമസ്തേ തിരുമേനി, എല്ലാവർക്കും നമസ്കാരം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂവലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ഓം വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്ന് വിളയാടുക സരസ്വതീ നീ. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ശ്രീ മാത്രേ നമ. ഓം ശ്രീ മഹാദേവ്യേ നമ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ നമ്മൾ ഡിസംബർ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഭക്തമാനസ ഹംസിക 372 നാമമായിരുന്നു. നമ്മൾ മാനസ സരസിനെ കുറിച്ചും മാനസ സരോവറിനെ കുറിച്ചും ഒക്കെ വിശദമായിട്ട് പറഞ്ഞു. അങ്ങനെ മാനസ സരോവറിലൊക്കെ പോകാൻ നമുക്കൊക്കെ ഒരു തോന്നൽ വരട്ടെ എന്നുള്ള ഒരു ധ്വനി കൂടി അതിലൂടെ ദേവി നമുക്ക് തരികയാണ്. ഭക്തമാനസ ഹംസിക എന്നുള്ള നാമത്തിലൂടെ ഭക്തന്മാർക്ക് മാനസ സരസ് എത്ര പ്രിയമാണോ ഹംസങ്ങൾക്ക് അത്രയും പ്രിയമാണ് ഭക്തിയുള്ള ഭക്തന്മാരുടെ മനസ്സ് എന്ന സരസ് ദേവിക്ക്. അപ്പോൾ ആ ദേവിക്ക് പ്രണമിച്ചുകൊണ്ട് നമുക്ക് 82 ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ഓം കാമേശ്വര പ്രാണനാടി കൃതജ്ഞാ കാമപൂജിത ശൃംഗാരരസസമ്പൂർണ ജയാ ജാലന്ധരസ്ഥിത. കാമേശ്വര പ്രാണനാടി കൃതജ്ഞാ കാമപൂജിത ശൃംഗാരരസസമ്പൂർണ ജയാ ജാലന്ധരസ്ഥിത. 373 മുതൽ 378 വരെയുള്ള 6 നാമങ്ങളാണ് 82 ശ്ലോകത്തിലുള്ളത്. ഓരോ നാമങ്ങളും നമുക്ക് വിശദമായി നോക്കാം. കാമേശ്വര പ്രാണനാടി. കാമേശ്വര പ്രാണനാടി എന്ന് വെച്ചാൽ മഹാദേവനായിട്ടുള്ള കാമേശ്വരന്റെ പ്രാണനാടിയായവൾ ദേവി കാമേശ്വരന്റെ പ്രാണനാടിയാണ്. അപ്പൊ ഇവിടെ ധ്വനി എന്താ കൊടുക്കുന്നത്? ആ കാമേശ്വരൻ നമുക്കറിയാം എല്ലാം നിർഗുണനായിട്ട് നിഷ്കള ബ്രഹ്മമായിട്ട് ഒരു ആഗ്രഹവുമില്ലാതെ ആ ചിദാനന്ദ സ്വരൂപിയായിരിക്കുന്ന പരമേശ്വരന് ശക്തി പകരുന്ന നാഡിയാണ് ദേവി. ആ ഊർജം പകരുന്നത് ഈ ബ്രഹ്മത്തിൽ നിന്നും ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കാനും സകല ജീവജാലങ്ങളെ സൃഷ്ടിക്കാനുമുള്ള ശക്തി കൊടുക്കുന്ന ജീവനാഡിയാണ് ദേവി. എത്ര ശക്തമായ നാമമാണിത്, ആലോചിച്ച് നോക്കൂ. കാമേശ്വര പ്രാണനാടി, നിഷ്കള ബ്രഹ്മത്തിൽ നിന്നും ശരിക്കും എല്ലാം കൂട്ടിച്ചേർത്തിട്ടുള്ള ബ്രഹ്മാണ്ട സൃഷ്ടിക്കുള്ള ആ തന്തു അല്ലെങ്കിൽ ആ നാഡിയായി മാറുന്നത് ദേവിയാണ്. അതുകൊണ്ട് ദേവി കാമേശ്വര പ്രാണനാടി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവിടെ സൗന്ദര്യലഹരിയിലെ 26 ശ്ലോകം എല്ലാവരും പഠിച്ചവരാണ്. വിരിഞ്ചി പഞ്ചത്വം വ്രജതി ഹരിരാപ്നോതി വിരതിം എന്നുള്ള ശ്ലോകത്തില് ശങ്കരാചാര്യസ്വാമികൾ പറയാണ്, എല്ലാ ദേവന്മാരും ദേവിമാരും എന്താണ് അവരുടെ ഭർത്താവിനെ അനുസരിച്ചിട്ടാണ് നിൽക്കുന്നത്. അതേസമയത്ത് നിന്റെ ഭർത്താവായിട്ടുള്ള പരമശിവന് മാത്രം അവർക്കൊക്കെ നാശമുണ്ട്. അവരെല്ലാം ആ ദേവികളെല്ലാവരും അവരെ അനുസരിച്ചാണ് നിൽക്കുന്നത്. അവർക്കൊക്കെ നാശവുമുണ്ട്. കാരണം നമ്മൾക്കറിയാം ബ്രഹ്മാവിന്
മഹാ പ്രളയം വന്നു കഴിഞ്ഞാൽ ബ്രഹ്മാവിന് നാശമുണ്ട്. അതുപോലെ അവതാരങ്ങൾ എടുത്തിട്ടാണ് വിഷ്ണു ഓരോ പ്രാവശ്യവും വരുന്നത്. വിഷ്ണുവിന് പോലും നാശമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ ഇന്ദ്രന് നാശമുണ്ട്, സകല ദേവതാ ദേവികൾക്കും ഈ നാശമുണ്ട്. എന്നാൽ കാമേശ്വരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാദേവൻ സാക്ഷിയായി നിൽക്കുകയാണ് എല്ലാ സമയത്തും ഈ ബ്രഹ്മാണ്ടത്തില്. അതിന് ശക്തി കൊടുക്കുന്ന ദേവിയാണ്. എന്തുകൊണ്ടാണ് നിനക്ക് നാശമില്ലാത്തത്? കാരണം നിന്റെ ഭാര്യയായിട്ട് ആരാണുള്ളത്? ദേവി, മഹാദേവിയാണ്. ആ ദേവി സതീത്വമാണ്. ദേവിയുടെ, നമുക്കറിയാം, സൂര്യനും ചന്ദ്രനും സകല ബ്രഹ്മാണ്ടങ്ങളും ദേവിയിൽ തന്നെയാണ്. അപ്പൊ ആ ദേവി ഇല്ലാത്ത അവസ്ഥ വരുന്നില്ല. ആ അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മാണ്ടം ഒരിക്കലും പുനഃസൃഷ്ടി ഉണ്ടാവില്ല. പ്രളയത്തിന് ശേഷം, ഈ ലയത്തിന് ശേഷം വീണ്ടും പുനഃസൃഷ്ടി യുഗങ്ങളുടെ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. ആ കാരണമായിട്ടുള്ള പരമശിവൻ എന്നും നിലനിൽക്കും. ആ നിലനിൽക്കാൻ കാരണം ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിയുടെ സതീത്വമാണ് പരമേശ്വരന് മരണമില്ലാത്ത അവസ്ഥ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ദേവി സദാ അങ്ങനെ പതിവ്രതയായിട്ട് ദേവി അങ്ങനെ നിൽക്കുകയാണ്. കാമേശ്വരന്റെ പത്നിയായിട്ട് സദാ ദേവി നിൽക്കുകയാണ്. ആ സതീത്വം ദേവിക്കുണ്ട്. അതുകൊണ്ട് ശങ്കരാചാര്യ സ്വാമിമാർ പറയുകയാണ്, കാമേശ്വരന് മാത്രം മരണമില്ലാത്തതിൻ്റെ കാരണം, നാശമില്ലാത്തതിൻ്റെ കാരണം ദേവി എന്നും സദാ പതിവ്രതയായ പത്നിയായിട്ട് അങ്ങനെ കാമേശ്വരൻ്റെ കൂടെ സദാ ഇരിക്കുകയാണ്. ദേവിക്ക് നാശമില്ല, അതുകൊണ്ട് കാമേശ്വരനും നാശമില്ല എന്നുള്ളതാണ്. അപ്പം 28ാമത്തെ ശ്ലോകത്തിലും ഇതുപോലെ അമൃത് കുടിക്കാതെയും അമരത്വം എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ആചാര്യസ്വാമികൾ വളരെ മനോഹരമായിട്ട് ആ ശ്ലോകത്തിലൂടെ വിവരിക്കുന്നുണ്ട്. ആ ശ്ലോകങ്ങളിലൂടെയൊക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കുക. 26ാമത്തെ ശ്ലോകവും 28ാമത്തെ ശ്ലോകവും സൗന്ദര്യലഹരിയിൽ. അപ്പോൾ കാമേശ്വരൻ്റെ പ്രാണനാഡിയായിട്ടാണ് ദേവി ഇരിക്കുന്നത്. അതുകൊണ്ട് കാമേശ്വരന് നാശമില്ല, ദേവിക്കും നാശമില്ല എന്നുള്ളതാണ് ഇവിടെ അർത്ഥം ആക്കുന്നത്. അപ്പോൾ ദേവി പ്രപഞ്ച സ്വരൂപിണിയാണ്. അതുകൊണ്ട് ദേവി സദാ ഇരിക്കുന്നു. ദേവി തന്നെയാണ് പരമേശ്വരൻ്റെ ശക്തിയായിരിക്കുന്നത്. മൂലപ്രകൃതിയും അതുപോലെ പുരുഷനും പ്രകൃതിയുമായിരിക്കുന്നത് അവർ തന്നെയാണ്. അതുകൊണ്ട് ദേവി കാമേശ്വര പ്രാണനാഡി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി അടുത്ത നാമമാണ് 374ാമത്തെ നാമം കൃതജ്ഞ. ഇവിടെ കൃതജ്ഞ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം താൻ ചെയ്തിട്ടുണ്ടോ ആ ചെയ്തതിനെ, കൃതം എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെട്ടത് എന്നാണ് അർത്ഥം. അപ്പോൾ എന്തെല്ലാം താൻ ചെയ്യപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം വ്യക്തമായിട്ട് അറിയുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം കൃതജ്ഞ എന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും ജീവജാലങ്ങൾ ഇങ്ങനെ ഈ താപത്രയങ്ങളിൽ പെട്ടിട്ട് പാപങ്ങളും പുണ്യങ്ങളും ഒക്കെ ചെയ്ത് ഇങ്ങനെ ജന്മമെടുത്ത് വരുന്നുണ്ട്. അവരുടെ പാപങ്ങളും പുണ്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് അറിയുന്നവളാണ് ദേവി. അപ്പൊ ദേവിക്ക് കർമ്മഫലങ്ങൾ ശരിക്കും ദാനം ചെയ്യുന്നവളാണ് ദേവി. ദാനം ചെയ്യുന്ന കർമ്മഫലങ്ങൾ, അതിനുശേഷം എന്ത് കർമ്മം ചെയ്യുന്നുവോ അതെല്ലാം സദാ ദേവി ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞു, നല്ല കർമ്മങ്ങളൊക്കെ അമ്പലത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലെ ആ വിളക്ക് വയ്ക്കുന്ന അമ്പലത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ ഒക്കെ നല്ല കാര്യങ്ങൾ ചെയ്യും. അത് കഴിഞ്ഞ് ദേവനെയൊക്കെ അതിനകത്ത് അടച്ചിടും. പിന്നെ നമ്മൾ നമ്മുടെ താന്തോന്നിത്തമായിട്ട് നടക്കും. പിന്നെ വീണ്ടും അമ്പലത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ മന്ദിരിലോ വരുന്നത് വരെ. അപ്പോൾ ഇങ്ങനെയല്ല, സദാ ദേവി സഹസ്രാക്ഷിയാണ്, ദേവി സഹസ്രപാതയാണ്. ഇതൊക്കെ നമ്മൾ കണ്ടു. സഹസ്ര ശീർഷവദനയാണെന്ന് കണ്ടു. സദാ ദേവി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാം താൻ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളും തൻ്റെ പ്രജകൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും സദാ ദേവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് അവർക്ക് കർമ്മഫലം ദാനം ചെയ്യുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി കൃതജ്ഞ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ എന്താണോ ദേവി ചെയ്യുന്നത്, നമ്മളെല്ലാം ചെയ്യുന്നത്, ആ കർമ്മങ്ങളെ അറിഞ്ഞുകൊണ്ട് അതിന് ശരിയായ രീതിയിലുള്ള കർമ്മഫലങ്ങൾ കൊടുക്കുന്ന ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം കൃതജ്ഞ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ കർമ്മസാക്ഷിണിയാണ് ദേവി. ഇനി നമ്മൾ പറയും സൂര്യൻ, ചന്ദ്രൻ, യമൻ, കാലൻ, പഞ്ചഭൂതങ്ങള് ഇതൊക്കെ കർമ്മസാക്ഷികളാണ്. നമ്മൾ സൂര്യനെ മാത്രമാണ് കർമ്മസാക്ഷിയാം ദേവൻ ഉദിച്ചു എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ കർമ്മസാക്ഷി സൂര്യൻ മാത്രമല്ല, ചന്ദ്രനും കർമ്മസാക്ഷിയാണ്. സൂര്യൻ പോയി കഴിഞ്ഞാൽ ചന്ദ്രനായി മാറും. അത് കഴിഞ്ഞാൽ യമൻ സദാ നമ്മളുടെ കാര്യങ്ങളൊക്കെ വീക്ഷിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാലൻ, കണക്ക് തീർക്കാൻ വരുന്ന യമൻ പറഞ്ഞയച്ചിട്ട് വരുന്നത് എല്ലാം അറിയുന്നുണ്ട്. അതുപോലെ പഞ്ചഭൂതങ്ങള്, നമ്മുടെ ബ്രഹ്മാണ്ടം നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചതത്വങ്ങളെ കൊണ്ടാണ്. ആ പഞ്ചതത്വങ്ങൾ തന്നെയാണ് നമ്മുടെ ശരീരമുള്ളത്. അപ്പോൾ
പഞ്ചതത്വങ്ങൾ അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങൾ അതെല്ലാം അറിയുന്നുണ്ട്. ഈ ജലവും ഈ ആകാശവും പൃഥ്വിരാപ്പ് തേജോ വായു അഗ്നി തേജോ വായുരാകാശം എന്ന തേജസ് എന്ന് പറഞ്ഞാൽ വായുവാണ്. പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം, ഈ 5 പഞ്ചഭൂതങ്ങളും നമ്മൾ ചെയ്യുന്നതെല്ലാം അറിയുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം കർമ്മസാക്ഷികളാണ്. ഈ കർമ്മസാക്ഷികളൊക്കെ ആരാണ്? ദേവി തന്നെയാണ്. കാരണം ദേവി തന്നെയാണ് ബ്രഹ്മാണ്ഡം നിർമ്മിതി ചെയ്യപ്പെട്ടത്. സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്ന ദേവിയാണ്. അതുകൊണ്ട് ദേവി തന്നെയാണ് കർമ്മസാക്ഷി. അപ്പോൾ കർമ്മസാക്ഷിയും ദേവി തന്നെ. അതുകൊണ്ട് സകല കർമ്മങ്ങൾക്കും ഫലം കൊടുക്കുന്ന ദേവിയാണ്. ഇതുപോലെ ഇനി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കൃതയുഗ ധർമ്മങ്ങളെ അറിയുന്നവള്. ശരിക്കും കൃതയുഗത്തിലാണ് നല്ല ധർമ്മങ്ങളുള്ളത്. അപ്പൊ 4 ധർമ്മങ്ങളില് 4 ഓരോ കാലുകളും ധർമ്മങ്ങളാണ് യുഗങ്ങളുടെ കാലുകള്. ഓരോ കാലുകളും നഷ്ടപ്പെടും ഓരോ യുഗങ്ങൾ കഴിയുമ്പോഴെന്നാണ്. 4 കാലുകളുമുള്ള ധർമ്മമായിരുന്നു കൃതയുഗത്തില്. അതിനുശേഷം അവിടെ നിന്നും തിരിച്ചു പോന്നപ്പോ ഓരോ കാലുകളായിട്ട് നഷ്ടപ്പെടുകയാണ്. അതാണ് 3 കാല് 2 കാല് 1 കാലിലായി കലികാലം വന്നപ്പോഴേക്കും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കലികാലത്തിൽ പ്രവേശിച്ചപ്പോഴേക്കും. അപ്പോൾ ആ ധർമ്മങ്ങളുടെ കാലുകള് നഷ്ടപ്പെടുകയാണ്. ആ ധർമ്മം തന്നെ ദേവിയാണ്. അതുകൊണ്ട് ദേവിയുടെ നാമം കൃതജ്ഞ. അതിനനുസരിച്ച് ദേവി ഫലങ്ങളെ തരുന്നു. കൃതം ചെയ്യപ്പെട്ടതിനുള്ള എല്ലാ ഫലങ്ങളും തരുന്ന ദേവി കൃതജ്ഞ. ഇനി 375 നാമത്തിലേക്ക് പോകാൻ പെട്ടെന്ന്. കാമപൂജിത. കാമപൂജിത എന്ന് പറഞ്ഞാൽ കാമദേവനാൽ പൂജിക്കപ്പെടുന്നവൾ. നമുക്കറിയാം ഈ ലളിതാ സഹസ്രനാമത്തിന്റെ ആരംഭം തന്നെ ഉണ്ടായത് എവിടെ നിന്നാണ്? ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യക്ഷ വർഷിണി എന്നാണ് ദേവിയുടെ ഒരു നാമം. ഭണ്ഡാസുരനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ദേവി അവതാരമെടുത്തത്. ഭണ്ഡാസുരൻ ആരാണ്? ഭണ്ഡാസുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കാമദേവൻ ശിവന്റെ പാർവതി പരിണയത്തിന് വേണ്ടി തൻ്റെ കാമേശ്വരൻ ഹിമാലയത്തിൽ വന്ന് മലയമാരുതനോട് കൂടി നിന്ന് ശിവന്റെ തപസ് ഭംഗം വരുത്തിയിട്ട് ആ കണ്ണ് തുറപ്പിക്കുകയാണ് പാർവതിയെ കാണാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേണ് ലോക നന്മയ്ക്കുള്ള അസുരവധം പറ്റുകയുള്ളൂ. കാർത്തികേയൻ വരണം. അതിനു വേണ്ടി കാമദേവനാണ് സ്കേപ്പ് ഗോട്ട് എന്നൊക്കെ പറയാൻ നമ്മൾ ആവുന്നത്. അങ്ങനെ ആ അഗ്നിജ്വാലയില് തൃക്കണ്ണ് തുറക്കുമ്പോൾ കാമദേവൻ ഭസ്മം ആക്കപ്പെടുകയാണ്. ആ ഭസ്മത്തെ എടുത്തിട്ട് പിന്നെ ഒരു ശിവഭൂതഗണങ്ങളിലെ ഒരാളായിട്ടുള്ള അത് ആ ഭസ്മത്തെ എടുത്ത് രൂപം കൊടുക്കുകയാണ്. എന്നിട്ട് ആ രൂപത്തെ ശരിക്കും ശിവന്റെ കണ്ണ് ദൃഷ്ടിപ്പെട്ടപ്പോൾ ആ രൂപം ഒരു അസുരനായി മാറുകയാണ്. അങ്ങനെയാണ് ആ അസുരൻ ഭണ്ഡാസുരനായി മാറുന്നത്. ആ ഭണ്ഡാസുരനാണ് പിന്നെ എല്ലാം പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ. ദേവതകളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കും. അങ്ങനെ ദേവി തന്നെ അവതരിക്കുന്നതാണ് ചിദഗ്നികുണ്ഡ സംഭൂത എന്ന് പറഞ്ഞ് ദേവി ആ ചിദഗ്നികുണ്ഡത്തിൽ നിന്നും ദേവകാര്യ സമുദ്യത എന്ന് പറഞ്ഞ് ഉത്ഭവിക്കുകയാണ്. അതൊക്കെ നമ്മൾ കണ്ടു വിശദമായിട്ട്. അപ്പോൾ കാമൻ എന്നും ദേവിയെ പൂജിക്കും. കാരണം കാമൻ കാരണമാണ് ഭണ്ഡാസുര വധം കഴിഞ്ഞപ്പോൾ കാമേശ്വരനോട് പരമേശ്വരന്റെ മുഖത്തേക്ക് ദേവി ഒന്ന് കടാക്ഷിക്കുക ചെയ്യുന്നത്. കാമേശ്വര മുഖാലോക ഗണേശ്വരനെ ഉണ്ടാക്കിയതുപോലെ തന്നെ കാമേശ്വരന് രതി പറഞ്ഞിട്ട് വീണ്ടും പുനർജീവിപ്പിക്കുകയാണ്. അനങ്കനായിട്ട് ശരീരമില്ലാത്ത എന്നാൽ സകലരുടെ മനസ്സിൽ സദാസമയം വസിക്കാനുള്ള കാമനെ വീണ്ടും ദേവി പുനരുജ്ജീവിപ്പിക്കുകയാണ്. അപ്പോൾ ദേവി തന്നെയാണ് ജനനി ആർക്ക്? കാമന്. അതുകൊണ്ട് കാമൻ എപ്പോഴും ദേവി കാമനെ പൂജിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ദേവി ശങ്കരാചാര്യയുടെ സൗന്ദര്യലഹരിയുടെ 6ാമത്തെ ശ്ലോകം ശ്രദ്ധിച്ചു നോക്കൂ. കാമന്റെ വില്ല് എന്താണ്? കരിമ്പാണ്. അതുപോലെ തന്നെ ഞാണ് വണ്ടിന്റെ നിരയാണ്. ശരങ്ങള് പുഷ്പങ്ങളാണ്. 5 ബാണങ്ങളാണ് ഉള്ളത്. മന്ത്രി വസന്ത ഋതുവാണ് കാമദേവന്റെ. തേര് മലയമാരുതനാണ്, കാറ്റാണ്. ശരീരം അനങ്കനാണ്, ഒന്നുമില്ല, ശരീരമേ ഇല്ല. ഇപ്പോൾ ഇതിന് ശേഷം അനങ്കനായിട്ടാണ് കാമദേവൻ വരുന്നത്. അപ്പോ ഒന്നുമില്ല. ഇദ്ദേഹം എല്ലാവരുടെ അടുത്തും യുദ്ധത്തിന് പോവും, എല്ലാവരെയും തോൽപ്പിക്കും. ആര്? ഈ കാമൻ. ആ കാമൻ അത് തോൽപ്പിക്കാനുള്ളത് ദേവിയുടെ അനുഗ്രഹം കാരണമാണ്. ദേവി അനങ്കനായിട്ട് അങ്ങനെ സകല ആളുകളെയും ജയിക്കാനുള്ള ശക്തി ദേവിയാണ് കൊടുത്തിരിക്കുന്നത് കാമന്. അതുകൊണ്ട് ശങ്കരാചാര്യ സ്വാമിമാർ പറയാണ്, ഒന്നുമില്ലാത്ത കാമൻ എല്ലാവരെയും ജയിക്കുന്നു, മുനിമാരെ ജയിക്കുന്നു, ഋഷിമാരെ ജയിക്കുന്നു, ദേവതകളെ ജയിക്കുന്നു. കാരണം ദേവിയുടെ കൃപയുണ്ട് എന്നും എന്നുള്ളതാണ് പറയുന്നത്. വളരെ മനോഹരമായ ശ്ലോകമാണ് 6ാമത്തെ ശ്ലോകം. ധനുപുഷ്പം ഔർവി മധുകരമയി പഞ്ചവിശിക എന്നുള്ള ശ്ലോകം. അപ്പോൾ ആ ശ്ലോകം ഒരു പ്രാവശ്യം
വായിച്ചു നോക്കൂ. അപ്പോൾ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. അപ്പോൾ ശരിക്കും ദേവി എങ്ങനെയാണ് ഈ കാമൻ ദേവിയെ സ്വന്തം മാതാവായിട്ട് അല്ലെങ്കിൽ സ്വന്തം ജനനിയായിട്ട് ദേവിയായിട്ട് എപ്പോഴും പൂജിക്കുന്നതാണ്. അതുകൊണ്ട് കാമപൂജിത എന്നുള്ള നാമത്തിൽ അറിയപ്പെടുന്നു ദേവി. അങ്ങനെ 375 നാമം കാമപൂജിത. ഇനി 376 നാമമാണ് ശൃംഗാരരസസമ്പൂർണ. വളരെ എളുപ്പമുള്ള നാമമാണ് ശൃംഗാരരസസമ്പൂർണ്ണ. ഒരുപാട് നാമങ്ങൾ നമുക്ക് ശരിക്കും 2 നാമം കൊണ്ടൊക്കെ 1 മണിക്കൂർ പോയ ക്ലാസ്സുകളുണ്ട്. പക്ഷേ കുറേ നാമങ്ങൾ നമുക്ക് എളുപ്പമായിട്ട് വരും. പിന്നെ കുണ്ടലിനിയെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എല്ലാം. അപ്പോൾ ഇനി അതൊക്കെ പറയുമ്പോൾ, അതുപോലെ ശബ്ദങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വൈഖരി, മധ്യമ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ വളരെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കിനി വളരെ എളുപ്പമാവും ഇനിയുള്ള പല നാമങ്ങളും. ശൃംഗാരരസ സമ്പൂർണ്ണ ദേവി ശൃംഗാരരസം കൊണ്ട് നിറഞ്ഞവളാണ്. അപ്പം നമുക്കറിയാം ഈ നമ്മളുടെ പിണ്ടാണ്ട സ്വരൂപികളായ നമ്മളെയൊക്കെ കർമ്മത്തിൽ ഇങ്ങനെ കുടുക്കിയിട്ട് ദേവിയാണ് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. കാരണം കർമ്മം ചെയ്യാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും നിഷ്കർമ്മികളായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ ബ്രഹ്മാണ്ടത്തിന് ഒരിക്കലും അത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ലോകഗതി തന്നെ മുടങ്ങിപ്പോവും. അതുകൊണ്ട് ദേവി തന്നെയാണ് ശൃംഗാരരസം കൊണ്ട് നമ്മളിലെല്ലാം നിറച്ച് ദേവി നമ്മൾക്ക് ഈ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും തരുന്നത്. പല കാര്യങ്ങളും എന്ന് വെച്ചാൽ കർമ്മങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്യുന്നത് എന്തിനോടെങ്കിലുമുള്ള അറ്റാച്ച്മെന്റ് കൊണ്ടാണ്. ആ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി തരുന്നത് ദേവി തന്നെയാണ്. ശരിക്കും നവരസങ്ങളിൽ ഏറ്റവും ഉദാത്തമായിട്ടുള്ള രസമാണത്രേ ശൃംഗാരം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പരസ്പര ആകർഷണീയത കൊടുക്കുന്നത്, ഇപ്പോൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും സകല മൃഗ ജന്തു ജാതി സസ്യലതാദികളിലൊക്കെ ആ ശൃംഗാരരസം കൊടുത്ത് ആ ആകർഷണീയത നിറയ്ക്കുന്നത് ആരാണ്? ദേവിയാണ്. ശരിക്കും ശിവകാമേശ്വരാംഗസ്ഥയാണ് ദേവി. ദേവി എവിടെയാണ് ഇരിക്കുന്നത്? നമ്മൾ കണ്ടു 4 കാലുകൾ ആരാണ് ദേവിയുടെ തൽപ്പത്തിൻ്റെ. ദേവിയുടെ പലക എന്താണെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ആ മഹേശ്വരൻ്റെ തുടയിൽ ദേവി അങ്ങനെ ഇരിക്കുകയാണ്. ആ ദേവി ശരിക്കും എപ്പോഴും ദേവി മഹേശ്വരൻ്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് ആ അവസ്ഥയുള്ള ദേവിയെ ലളിത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ശരിക്കും രാഗസ്വരൂപ പാഷാഢ്യ എന്ന് നമ്മൾ ദേവിയുടെ നാമത്തിൽ പഠിച്ചു. രാഗങ്ങളെ കൊണ്ടുള്ള പാശമാണ്, രാഗമാണ് ദേവിയുടെ കയ്യിലുള്ള പാശം. അപ്പോൾ എല്ലാ ബന്ധുക്കളെയും എല്ലാ ജീവജാലങ്ങളെയും ബന്ധിപ്പിക്കുന്നത് ദേവിയുടെ രാഗമാകുന്ന ഈ പാശമാണ്. ആ ശൃംഗാരരസം അതിലൊരു രസമാണ്. അതുകൊണ്ട് ദേവി ശൃംഗാരരസ സമ്പൂർണ്ണ എന്നറിയപ്പെടുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രഹ്മാണ്ടത്തിനെ ഇങ്ങനെ കൊണ്ടു നടക്കാനുള്ള ആ കർമ്മം ചെയ്യാനുള്ള എല്ലാ കാമനകളും കൊടുക്കുന്നത് ദേവിയാണ്. അതുകൊണ്ട് ദേവി ശൃംഗാരരസ സമ്പൂർണ്ണ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അങ്ങനെ നമ്മൾ 377 നാമത്തിലേക്ക് പ്രവേശിക്കാം. ജയ. ദേവിയുടെ ഒരു നാമമാണ് ജയ. ജയ എന്ന് പറഞ്ഞാൽ ജയം സ്വരൂപമാക്കിയവള്, അല്ലെങ്കിൽ ജയം ശീലമാക്കിയവള്. ജയം തന്നെയാണ്. ദേവിക്ക് ഒരിക്കലും പരാജയമില്ല. നമുക്കറിയാം ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയ എന്നുള്ള നാമവും നമ്മൾ കണ്ടു. അപ്പോൾ ജയ സ്വരൂപമായവളാണ് ദേവി, ജയം ശീലമാക്കിയവളാണ് ദേവി. അപ്പോൾ ദേവിയുടെ നാമം ജയ എന്ന് പറയുന്നു. ഇനി വരാഹശൈലം എന്ന പർവ്വതത്തിൽ ദേവി ജയ എന്ന നാമത്തിൽ പൂജിക്കപ്പെടുന്നു. അപ്പോൾ അവിടെ നേരത്തെ നമ്മൾ കണ്ടു അസുര നിഗ്രഹത്തിന് ശേഷം വരാഹശൈലം എന്നുള്ള പർവ്വതത്തിൽ ദേവി വസിക്കുന്നുണ്ട്. അവിടെ ദേവിയുടെ നാമം ജയ എന്ന നാമത്തിലാണ്. അങ്ങനെ ജയ എന്ന നാമത്തിൽ ദേവി പൂജിക്കപ്പെടുന്നു. അതുകൊണ്ട് ദേവിയുടെ നാമം ജയ എന്ന്. ഇനി മൂന്നാമത്തെ ഒരു അർത്ഥം എടുക്കുകയാണെങ്കിൽ അഷ്ടയോഗിനിമാരിൽ ഒരു യോഗിനിയുടെ നാമം ജയ എന്നാണ്. അപ്പോൾ ദേവിയെ അഷ്ടയോഗിനിമാരൊക്കെ ദേവിയെ സദാ നേരത്തും ഇങ്ങനെ പൂജിക്കുന്നവരാണ്. ആ അഷ്ടയോഗിനികളിൽ ഒരു യോഗിനി ജയ എന്നാണ് നാമം. ആ ജയയാൽ പൂജിക്കപ്പെടുന്നവളാണ്. അതുകൊണ്ട് തന്നെ ദേവിയുടെ തന്നെ അംശമാണത്. അതുകൊണ്ടും ദേവി ജയ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി മഹാഭാരതം, പഞ്ചമവേദമാണ് മഹാഭാരതം. നമുക്കറിയാം മഹാഭാരതത്തെ വെറും ഒരു കഥയാക്കിയിട്ട് നമ്മളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഭഗവത്ഗീത എന്ന് പറയുന്ന ഈ മോഡേൺ സൈക്കോളജിക്ക് പോലും വ്യാഖ്യാനിക്കാൻ കഴിയാത്തത്ര അത്രയും ശക്തിയുള്ള നമ്മളുടെ മാനേജ്മെന്റ് ലെസൺസ് നിറഞ്ഞതാണ് ഭഗവത്ഗീത. ഈ കർമ്മങ്ങളെ മുഴുവൻ അവസാനിപ്പിച്ച് മോക്ഷപ്രാപ്തിക്ക് പോകാനുള്ള സനാതന ധർമ്മത്തിന്റെ കാതലടങ്ങിയതാണ് ഭഗവത്ഗീത. എങ്ങനെ വ്യാഖ്യാനിക്കണോ അങ്ങനെ വ്യാഖ്യാനിക്കാം എന്നുള്ളതാണ് ഭഗവത്ഗീതയുടെ പ്രത്യേകത. ആ ഭഗവത്ഗീത മഹാഭാരതത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്.
അതുപോലെ വിഷ്ണു സഹസ്രനാമം ഭീഷ്മര് ഉപദേശിച്ചു കൊടുക്കുന്ന ധർമ്മപുത്രർക്ക് വിഷ്ണു സഹസ്രനാമം അതും മഹാഭാരതത്തിലുള്ളതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചമവേദം എന്നാണ് പറയുന്നത്. അതിൻ്റെ മറ്റൊരു നാമാണ് ജയ എന്നുള്ളത്. ഇപ്പൊ ദേവിയുടെ സ്വരൂപം തന്നെയാണ് മഹാഭാരതം. അതുകൊണ്ട് തന്നെ ദേവി ഭീഷ്മ പർവ്വത്തില് ജയ എന്ന പേരുള്ള ഒരു ദേവി സ്തോത്രമുണ്ട് ഈ മഹാഭാരതത്തില്. ആ ദേവിയെ തന്നെ സ്തുതിക്കുന്നതാണത് ഭീഷ്മപർവ്വത്തില്. അപ്പോ ജയ എന്ന് പറഞ്ഞാൽ മഹാഭാരതം തന്നെയാണ്, മഹാഭാരതത്തിന്റെ തന്നെ നാമമാണ്. അതുകൊണ്ടും ദേവി തന്നെയാണ് മഹാഭാരതമായിട്ടും നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ നമ്മളെ സന്മാർഗത്തിലൂടെ നയിക്കുന്നത്. ധർമ്മ അധർമ്മങ്ങളുടെ ഒരു പോര് തന്നെയാണ് എന്ത് മഹാഭാരതം. അപ്പൊ അത് കാണിച്ചു തരുന്നതും അതിലൂടെ ഭഗവത്ഗീതയും വിഷ്ണു സഹസ്രനാമം ഒക്കെ തരുന്നതും ദേവിയാണ്. അതുകൊണ്ട് ദേവിയുടെ നാമം ജയ എന്നും വ്യാഖ്യാതാക്കൾ പറയുന്നു. ഇവിടെ നമുക്ക് ജയസ്വരൂപമുള്ളവൾ, സദാ ജയിക്കുന്നവൾ എന്നൊക്കെ അർത്ഥമാക്കിയെടുക്കാം. ഇനി 378 നാമം ജാലന്ധരസ്ഥിത. ജാലന്ധരം എന്ന് പറഞ്ഞാൽ ജാലന്ധര പീഠത്തിൽ സ്ഥിതി ചെയ്യുന്നവള്. അപ്പോ ഓരോ പീഠങ്ങളുണ്ട്. ഇനി ഒന്ന് രണ്ട് നാമങ്ങളുടെ പീഠങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ജാലന്ധരം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മള് തന്ത്രവിദ്യയില് പോവുകയാണെങ്കിൽ പിണ്ടാണ്ടത്തില് വിശുദ്ധി ചക്രമുള്ളത്, നമ്മൾ ഓരോ ചക്രങ്ങളെ കുറിച്ചും വളരെ വിശദമായി പഠിച്ചു. അപ്പൊ വിശുദ്ധി ചക്രം, ആ വിശുദ്ധി ചക്രത്തില് നാദരൂപിയായിട്ട് ദേവി സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധി ചക്രം എവിടെയാണ്? നമുക്ക് ഓരോ ചക്രങ്ങളും മൂലാധാര ചക്രം, അത് കഴിഞ്ഞ് സ്വാധിഷ്ഠാന ചക്രം, അത് കഴിഞ്ഞ് മണിപ്പൂര ചക്രം, അത് കഴിഞ്ഞ് അനാഹത ചക്രം, അത് കഴിഞ്ഞ് വിശുദ്ധി ചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ഠസ്ഥാനമാണ്. ആ കണ്ഠസ്ഥാനത്ത് നാദരൂപിണിയായിട്ട് ദേവി സ്ഥിതി ചെയ്യുന്നു, അവിടെയാണ്. അപ്പോ ആ നാദരൂപിണിയായി ദേവി സ്ഥിതി ചെയ്യുന്ന വിശുദ്ധി ചക്രത്തിനെ ജലന്ധരം എന്നും പറയപ്പെടുന്നു. അപ്പോൾ ശരിക്കും ജലന്ധര പീഠം നമ്മൾക്കറിയാം. ജലന്ധര പീഠം, ഓരോ പീഠങ്ങളും 51 ശക്തിപീഠങ്ങളായിട്ട് ദേവി സതിയുടെ ശരീരത്തെ സുദർശന ചക്രം കൊണ്ട് വിഷ്ണു 51 ഖണ്ഡങ്ങളാക്കിയെന്നും ബ്രഹ്മാണ്ടം നശിക്കുന്ന തരത്തിലുള്ള താണ്ഡവം ശിവൻ ആടിയ സമയത്ത് ആ ദേവിയുടെ മൃതശരീരം എടുത്ത ദക്ഷയാഗത്തിന് ശേഷം ആ ഓരോ സ്ഥലത്തും വീണിട്ടുണ്ട്. അപ്പൊ പല സ്ഥലത്തും ഓരോ പീഠങ്ങളുണ്ട്. അതുപോലത്തെ ഒരു പീഠമാണ് ജാലന്ധര പീഠം എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനത്തെ ആ ജാലന്ധര പീഠത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് എന്ന് ഒരർത്ഥം. തന്ത്രവിദ്യയിൽ നോക്കുകയാണെങ്കിൽ വിശുദ്ധി ചക്രത്തിനെ ജാലന്ധരം എന്ന് പറയുന്നു. അവിടെ നാദരൂപിണിയായിട്ട് ദേവി സ്ഥിതി ചെയ്യുകയാണ്. ഇനി തൊണ്ടയിലെ മുഴയാണ് അപ്പോൾ ജാലന്ധരം എന്ന് പറയുന്നത്. അപ്പോൾ തൊണ്ടയിലെ മുഴ അല്ലെങ്കിൽ തൊണ്ട ഭാഗം ദേവിയുടെ എവിടെയാണോ വീണത്, കൃത്യമായിട്ട് നമ്മൾ 51 പീഠങ്ങളും ശ്രദ്ധിച്ച് നോക്കണം. അതിന് ആ വീണ സ്ഥലമായിട്ട് അറിയപ്പെടുന്നു, നോർത്ത് ഈസ്റ്റിൽ എവിടെയാണ്. അപ്പോൾ ജാലന്ധര പീഠമാണ്. അപ്പോൾ ജാലന്ധരത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ്. നമ്മൾ വളരെ കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ വിശുദ്ധി ചക്രത്തിലെ തൊണ്ടസ്ഥാനത്തില് നാദരൂപിണിയായി സ്ഥിതി ചെയ്യുന്നവളാണ്. നമ്മൾ നാദത്തിന്റെ മൂലാധാരത്തിൽ നിന്നും കണ്ഠസ്ഥാനം വരെ, അത് കഴിഞ്ഞ് ജിഹ്വയിലൂടെയും വാക്കിലൂടെയും എങ്ങനെയാണ് നാദം ശബ്ദമായി വരുന്നത് എന്ന് നമ്മൾ വൈഖരി എന്നുള്ള നാമമായിട്ട് എങ്ങനെ വരുന്നത് നമ്മൾ കണ്ടു. അതിൻ്റെ മുന്നേ കണ്ഠത്തിലിരിക്കുകയാണ്. അപ്പം നമ്മുടെ ശബ്ദമായിട്ട് പുറത്തു വരുന്ന ദേവിയാണ്. അതുകൊണ്ട് ദേവി ജാലന്ധരസ്ഥിത എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അങ്ങനെ നമ്മൾ 82 ശ്ലോകം അവസാനിപ്പിച്ചു. ഒന്ന് നമുക്കത് പെട്ടെന്ന് ചൊല്ലാം. കാമേശ്വര പ്രാണനാടി കൃതജ്ഞാ കാമപൂജിത ശൃംഗാരരസസമ്പൂർണ ജയ ജാലന്ധരസ്ഥിത. അങ്ങനെ 6 നാമങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമ്മൾക്ക് 84 ശ്ലോകത്തിലേക്ക് പോവാം. ഓഢ്യാണപീഠനിലയ ബിന്ദുമണ്ഡലവാസിനി രഹോ യാഗക്രമാരാധ്യ രഹസ്തർപ്പണതർപ്പിത. ഓഢ്യാണപീഠനിലയ ബിന്ദുമണ്ഡലവാസിനി രഹോ യാഗക്രമാരാധ്യ രഹസ്തർപ്പണതർപ്പിത. അപ്പോൾ ഈ 4 നാമങ്ങളാണുള്ളത്. 379 മുതൽ 382 വരെയുള്ള 4 നാമങ്ങളാണ് 83 ശ്ലോകത്തിലുള്ളത്. ഓരോന്നായി നമുക്ക് നോക്കാം. ഓഢ്യാണപീഠനിലയ, ഓഢ്യാണപീഠത്തിൽ വസിക്കുന്നവള്. ഇപ്പൊ ജാലന്ധര പീഠം കണ്ടു നമ്മൾ. അടുത്തത് ഓഢ്യാണപീഠം. ഓഢ്യാണപീഠം എന്ന് പറഞ്ഞാൽ, ഓഢ്യാണം എന്ന് പറഞ്ഞാൽ ശരിക്കും ആജ്ഞാചക്രത്തിന്റെ ഭ്രൂമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഓഢ്യാണം. ഓഢ്യാണം എന്നുള്ളത് തന്ത്രവിദ്യ അനുസരിച്ച് ചക്രം എന്ന് പറഞ്ഞാൽ ഭ്രൂമധ്യത്തിലാണ്. അവിടുന്നാണ് സഹസ്രാര ചക്രത്തിലേക്ക് ദേവി സദാശിവനുമായിട്ട് രമിക്കാൻ അല്ലെങ്കിൽ കൂടിച്ചേരാൻ പോകുന്നത്. കുണ്ടലിനിയെ നമ്മൾ ഉയർത്തുമ്പോൾ. അപ്പോൾ
ഓഢ്യാണം എന്ന് പറഞ്ഞാൽ ആജ്ഞാചക്രത്തിലാണ്, ഭ്രൂമധ്യത്തിൽ. എവിടെയാണോ നമ്മൾ ദേവിക്ക് വേണ്ടിയിട്ട് സിന്ദൂര തിലകം തൊടുന്നത്, നമ്മൾ അതും വളരെ വ്യക്തമായിട്ട് കണ്ടു. 36 തത്വങ്ങൾ, പൃഥ്വി തത്വം മുതൽ ശിവതത്വം വരെയുള്ള 36 തത്വങ്ങൾ, പൃഥ്വി തത്വത്തിൻ്റെ മഞ്ഞ നിറവും ശിവതത്വത്തിൻ്റെ വെളുത്ത നിറവും, അങ്ങനെ മഞ്ഞ നിറത്തിലുള്ള നമ്മൾ ചുണ്ണാമ്പും അതുപോലെ കുങ്കുമവും രണ്ടും കൂടി കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് കുങ്കുമം കിട്ടുന്നത്, ശരിക്കും ആ മുഴുവൻ നമ്മളത് കണ്ടു, 36 തത്വങ്ങളും. അങ്ങനെ ആ കുങ്കുമക്കുറി തൊടുന്നത് അല്ലെങ്കിൽ കുങ്കുമ ആരാധന ചെയ്യുന്നത് ഇത് കാരണമാണ്. അപ്പോൾ ഓഢ്യാണം ചക്രം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ആജ്ഞാചക്രമാണ്. അവിടെ ദേവി ബീജരൂപിണിയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ നാദരൂപിണിയായിട്ട് ദേവിയെ കണ്ടു, ബീജരൂപിണിയായിട്ടാണ് ദേവി അവിടെ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ തന്നെ നമ്മൾ ദേവിയെ പൊട്ടുതൊടുന്നു, ദേവിയെ നമിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ ദേവിയുടെ ഓഢ്യാണം വീണ സ്ഥലമാണ്. ഓഢ്യാണം എന്ന് പറഞ്ഞാൽ അരയിൽ ധരിക്കുന്ന ഒരു ആഭരണമാണ്. അങ്ങനെ ആ 51 കഷ്ണങ്ങളായിട്ട് ശക്തിപീഠങ്ങളായി മാറിയപ്പോൾ അതിനകത്ത് ഓഢ്യാണം വീണ സ്ഥലമായിട്ടും ഓഢ്യാണ പീഠം എന്നുള്ള സ്ഥലമായിട്ട് അവിടെ കണക്കാക്കുന്നു. അതും ഓഢ്യാണ പീഠനിലയ എന്നുള്ള നാമത്തിന് അർത്ഥമായിട്ട് കാര്യമായിട്ടും 2 അർത്ഥങ്ങളാണ് ഇവിടെ വിശദീകരിക്കപ്പെടുന്നത്. ഒന്ന്, ആജ്ഞാചക്രത്തിലെ ഭ്രൂമധ്യത്തിൽ ദേവി ബീജരൂപിണിയായി സ്ഥിതി ചെയ്യുന്നു, ആ ദേവിക്ക് നമസ്കാരം. അല്ലെങ്കിൽ ദേവിയുടെ ഓഢ്യാണം വീണ സ്ഥലമാണ് ആ ഓഢ്യാണ പീഠത്തിൽ, അവിടെയുള്ള ശക്തി സ്വരൂപിണിയായിട്ട് ഇരിക്കുന്ന ദേവിക്ക് നമസ്കാരം എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാം. ഓം ഓഢ്യാണ പീഠനിലയായേ നമഃ എന്ന് പറഞ്ഞ് ദേവിയെ നമുക്കിവിടെ നമസ്കരിക്കാം. ഇനി 380 നാമം കാണാം, ബിന്ദുമണ്ഡലവാസിനി. ഇതും ശ്രീചക്രവും ശ്രീവിദ്യാമന്ത്രവും ഒക്കെ വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ബിന്ദുമണ്ഡലം എവിടെയാണ്? ശ്രീയന്ത്രത്തിൻ്റെ നടുക്ക്, ആ എല്ലാ ശ്രീചക്രത്തിലെ ശിവന്റെ 5 ഊർധ്വമുഖ 4 ഊർധ്വമുഖവും 5 അധോമുഖമായിട്ടുള്ള ത്രികോണങ്ങളുടെ നടുവില് ബിന്ദുമണ്ഡലത്തിലെ ദേവി സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബിന്ദുമണ്ഡലത്തിൽ വസിക്കുന്നവളാണ്. ഒരു ബിന്ദുവായിട്ടാണ്. നാദം തുടങ്ങിയപ്പോഴും നമ്മൾ കണ്ടു ഒരു ബിന്ദുവിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് എന്നുള്ളത്. അപ്പോൾ ശ്രീചക്രത്തിൻ്റെ മധ്യസ്ഥാനമാണ് ബിന്ദുമണ്ഡലം. ആ ബിന്ദുമണ്ഡലത്തിൽ ദേവി ശക്തി സ്വരൂപിണിയായിട്ട് വസിക്കുന്നു. അതുകൊണ്ട് ദേവിയെ ബിന്ദുമണ്ഡലവാസിനി എന്ന് പറയുന്നു. ഇനി ശരിക്കും നോക്കുകയാണെങ്കിൽ പിണ്ടാണ്ടത്തിലെ ബ്രഹ്മരന്ധ്രത്തിന് എന്തു പറയുന്നു? ബിന്ദുമണ്ഡലം എന്ന് പറയുന്നു. ശ്രീചക്രം ശരീരവും ശ്രീചക്രമാണ്, ദേവിയുടെ ശരീരം ശ്രീചക്രമാണ്. നമുക്കറിയാം മധ്യകൂടം, വാഗ്ഭവകൂടം, ശക്തികൂടം, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഈ ശ്രീചക്രത്തിൻ്റെ 3 തലങ്ങൾ, ആ തലത്തിൽ തന്നെയാണ് ദേവി ശരീര സ്വരൂപിണിയായിട്ടിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ശരീരം എടുക്കുമ്പോൾ പിണ്ടാണ്ടം എന്ന് വെച്ചാൽ നമ്മളൊക്കെ പിണ്ടാണ്ടങ്ങളാണ്. നമ്മുടെ ശരീരത്തിൽ ബ്രഹ്മരന്ധ്രം, ആ ബ്രഹ്മരന്ധ്രത്തില് ദേവി ബിന്ദുമണ്ഡലം എന്നാണ് അവിടെ പറയുന്നത്. അവിടെ വസിക്കുന്നവളാണ് ദേവി. അപ്പോൾ സഹസ്രാര ചക്രത്തില് പരമശിവനുണ്ട്. പരമശിവനോട് കൂടി ദേവി രമിച്ചിരിക്കുന്ന സ്ഥലമാണ് ബിന്ദുമണ്ഡലം. അതുകൊണ്ട് യോഗശാസ്ത്രത്തില് തന്ത്രശാസ്ത്രത്തില് ദേവിയെ ബിന്ദുമണ്ഡലവാസിനി എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ വിശുദ്ധി ചക്രം കണ്ടു, ആജ്ഞാചക്രം കണ്ടു, അവ ബിന്ദുമണ്ഡലവാസിനി. അതുകൊണ്ടാണ് അവിടെയാണ് ദേവിയെ ഉച്ചിക്കുടുമ വെക്കുന്നത്. കുടുമ വെക്കുന്നത് എന്താണ്? ആ സ്ഥലത്തായിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് ആ സ്ഥലത്ത് ദേവി വസിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പിണ്ടാണ്ടത്തില് ബ്രഹ്മരന്ധ്രത്തിന് ബിന്ദുമണ്ഡലം എന്ന് പറയുന്നു. സഹസ്രാര പത്മത്തില് ഇവിടെ ദേവി പരമശിവനുമായിട്ട് രമിക്കുന്നു. അപ്പോൾ നമുക്കറിയാം സഹസ്രദള പത്മസ്ഥ സർവവർണ്ണ ശോഭിത എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ശരിക്കും ദേവി സഹസ്രാര ചക്രത്തില് സഹസ്രദള പത്മത്തില് പരമശിവനുമായി രമിക്കുകയാണ്. അപ്പോൾ കുണ്ടലിനിയെ നമ്മൾ ആ ശക്തിയെ മൂലാധാരത്തിൽ നിന്നും യോഗ വിദ്യകളിലൂടെ മുകളിലേക്ക് ഉയർത്തുമ്പോൾ കിട്ടുന്ന അമൃതധാര, ആ അമൃതധാര അനുഭവിക്കാൻ നമ്മളൊക്കെ പര്യാപ്തരാകുന്നത് ദേവിയുടെ കൃപ കൊണ്ടാണ്. ആ ബിന്ദുമണ്ഡലത്തിൽ വസിക്കുന്നവളാണ് ദേവി. ഇപ്പോൾ രണ്ടായിട്ടും ശ്രീചക്രമായി എടുക്കുകയാണെങ്കിലും ബ്രഹ്മാണ്ടമായി എടുക്കുകയാണെങ്കിലും പിണ്ടാണ്ടമായി എടുക്കുകയാണെങ്കിലും ബിന്ദുമണ്ഡലത്തിൽ വസിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം ബിന്ദുമണ്ഡലവാസിനി. ഇനി 381 നാമം രഹോയാഗക്രമാരാധ്യ. രഹോയാഗക്രമാരാധ്യ നമുക്കറിയാം, യോഗശാസ്ത്രങ്ങളും തന്ത്രശാസ്ത്രങ്ങളും മന്ത്രശാസ്ത്രങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ലളിതാ സഹസ്രനാമത്തിൽ. രഹോയാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ രഹസ്യ എന്ന് പറഞ്ഞാൽ രഹസ്യം തന്നെയാണ്. വിജനമായ സ്ഥലത്തെയാണ് രഹസ്യ എന്ന് പറയുന്നത്. ഏകാന്തതയുള്ള സ്ഥലം അല്ലെങ്കിൽ ശരിക്കും രഹസ്യമായിട്ടുള്ള സ്ഥലം, വിജനമായിട്ടുള്ള സ്ഥലം, അതിനാണ്
രഹസ്യ എന്ന് പറയുന്നത്. അപ്പോൾ രഹസ്യമായിട്ടുള്ള യാഗം. യാഗം പൊതുവെ എങ്ങനത്താണ്? യാഗത്തിന് യാഗസ്ഥലം വേണം, അത് ശുദ്ധി ചെയ്യണം, അത് കഴിഞ്ഞ് ആചാര്യന്മാർ വേണം, ഉപാചാര്യന്മാർ വേണം, ഹവിസ് വേണം, യാഗാഗ്നി വേണം, എല്ലാവരും മന്ത്രങ്ങൾ ജപിക്കണം. അപ്പോൾ ശരിക്കും അത് വളരെ വിശദമായിട്ടുള്ള സകലരും പങ്കെടുക്കുന്ന ഒരു കാര്യമാണ് യാഗം. പക്ഷെ ഇവിടുത്തെ യാഗം എന്താണ് പറയുന്നത്? രഹോയാഗം, രഹസ്യമായിട്ടുള്ള വിജനമായിട്ടുള്ള യാഗം. ആ ആ യാഗക്രമം കൊണ്ട് ആരാധിക്കപ്പെടുന്നവൾ, രഹസ്യത്തിൽ ചെയ്യപ്പെടുന്ന യാഗക്രമങ്ങളിൽ ആരാധിക്കപ്പെടുന്നവൾ ആരോ അവൾ, അവൾ രഹോയാഗക്രമാരാധ്യ. ഇവിടെ രഹസ്യം എന്താണ്? സ്വന്തം ചിത്തം തന്നെയാണ് രഹസ്യം. ശരിക്കും നമ്മുടെ മനസ്സ് തന്നെയാണ് ഇവിടെ രഹസ്യം. ആ രഹസ്യത്തില് ആ യാഗാഗ്നി വേണം. ആ യാഗാഗ്നി എന്താണ്? ചിതഗ്നി തന്നെയാണ്. അപ്പൊ ചിതഗ്നി കുണ്ട സംഭൂത എന്ന് പറഞ്ഞപ്പോ കഥയിൽ നിന്നും മാറിയിട്ട് നമ്മൾ പറഞ്ഞു നമ്മളുടെ തന്നെ ഉള്ളിലുള്ള ആ മൂലാധാര ചക്രത്തിലിരിക്കുന്ന ആ ശക്തിയെ തന്നെ ജ്വലിപ്പിച്ച് അഗ്നിസ്വരൂപമാക്കിയിട്ട് നമ്മുടെ എല്ലാ കർമ്മവാസനകളെയും കർമ്മഫലങ്ങളെയും അതിൽ ഹോമിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അതുതന്നെയാണ് ഇവിടെ രഹോയാഗക്രമാരാധ്യ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ അന്തർമുഖമായിട്ട് രഹസ്യമായിട്ട് മനസ്സാകുന്ന യാഗശാലയിൽ എന്താണ്? ജ്ഞാനമാകുന്ന അഗ്നി ജ്വലിപ്പിച്ചിട്ട് ആ പുണ്യപാപങ്ങളെ മുഴുവൻ ഹോമിക്കണം. അതാണ് ആ ആരാധ്യക്രമത്തിനാണ് രഹോയാഗക്രമാരാധ്യ എന്ന് പറയുന്നത്. അപ്പോൾ രഹസ്യം എന്നുള്ളത് രഹസ്യമാണ് എന്ന് ഓർത്തോളൂ. അല്ലെങ്കിൽ വളരെ വിജനമായിട്ട് ചെയ്യുന്നതാണ്. ഇത് ആളുകളെ കൂട്ടിയിട്ട് അവിടെ ഒന്നിൻ്റെയും ആവശ്യമില്ല, ഒരു ചെലവുമില്ല. പക്ഷേ ഇവിടെ ശ്രീവിദ്യാ ഉപാസനയും ഇത് തന്നെയാണ്. ശ്രീവിദ്യാ ഉപാസനയും ഇത് തന്നെയാണ് ലക്ഷ്യമാക്കുന്നത്. ഈ പരസ്യമായിട്ടല്ല ശ്രീവിദ്യാ ഉപാസന ചെയ്യുക. മന്ത്രങ്ങൾ സ്വയം ജപിച്ച് അങ്ങനെ കോലാഹലങ്ങളൊന്നുമില്ലാതെയാണ് ശ്രീവിദ്യാ ഉപാസന ചെയ്യുന്നത്. ശരിക്കും കുണ്ടലിനി രൂപമാണ് ദേവി. ആ കുണ്ടലിനി രൂപമായിട്ടുള്ള ശക്തിയെ ഉയർത്തിയിട്ട് ആ ചിതഗ്നിയിൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും പാപങ്ങളെയും പുണ്യങ്ങളെയും ഒക്കെ ഹോമിക്കണം. അതാണ് ഈ രഹോയാഗക്രമം. ഇത് പഠിക്കേണ്ടത് ശരിക്കും നമ്മുടെ പ്രാർത്ഥന എന്നുള്ളത് നമുക്ക് കൂടിയിട്ട് ശരിക്കും ഈ ആരാധ്യക്രമം പഠിക്കണമെങ്കിൽ ഗുരുമുഖത്തു നിന്ന് പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നില്ല. അപ്പൊ എന്തും മനസ്സിലുള്ളൊരുക്കി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞോളൂ. ദേവിയിൽ തന്നെ നമ്മൾ ലയിച്ചു പോകുന്ന രീതിയിലുള്ള പ്രാർത്ഥനയ്ക്കാണ് നമ്മളിവിടെ രഹോയാഗക്രമാരാധ്യ എന്ന് പറയുന്നത്. ഇനി 382 നാമം, അതിൻ്റെ ഒരു ഫോളോയിങ് നാമം തന്നെയാണ് രഹസ്തർപ്പണ തർപ്പിത. രഹസ്തർപ്പണ തർപ്പിത. ഇവിടെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? രഹസ്യമായി നടത്തപ്പെടുന്ന തർപ്പണങ്ങളാൽ തർപ്പിക്കപ്പെടുന്നവൾ. അപ്പോ തർപ്പിതയാക്കപ്പെടുന്നവൾ എന്ന് പറഞ്ഞാൽ, തർപ്പിത എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? തൃപ്തി അടയുന്നവൾ. രഹസ്തർപ്പണം, രഹസ്യമായ തർപ്പണങ്ങളിൽ തർപ്പിതയാകുന്നവൾ. തർപ്പിത എന്ന് പറഞ്ഞാൽ തൃപ്തി അടയുന്നവൾ. ഇപ്പൊ ഈ നാമം വായിക്കുമ്പോൾ ഇതൊക്കെ ഓർമ്മ വരണം. രഹസ്തർപ്പണ തർപ്പിത, രഹസ്യമായി തർപ്പണം ചെയ്ത്. എല്ലാ നാമങ്ങളിലും ഒരു വാക്കൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളൂ. ആ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ നാമങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിൽ വരും. അപ്പോൾ ലളിതാ സഹസ്രനാമം വായിക്കുന്നത് ഒരിക്കലും മനസ്സറിയാതെ ആവില്ല. മനസ്സറിയാതെ വായിക്കുമ്പോൾ വെറും വായിൽ നിന്ന് മാത്രമേ അത് വരുള്ളൂ. മനസ്സറിഞ്ഞ് വായിക്കുമ്പോൾ എങ്ങനെയാണ്? ഇതൊക്കെ മനസ്സിലേക്ക് വരും, പെട്ടെന്ന് ഓടി വരും. രഹസ്തർപ്പണ തർപ്പിത, രഹസ്യമായിട്ട് ചെയ്യുന്ന തർപ്പണങ്ങളാൽ തൃപ്തി അടയുന്നവളാണ് ദേവി. എന്താണ് ഇവിടെ രഹസ്തർപ്പണം? രഹോയാഗ ക്രമാരാധ്യ. രഹോയാഗം നമ്മൾ കണ്ടു എത്താണത്. അപ്പൊ അതിനകത്ത് തർപ്പണവും വരും. എന്താണ് ഇവിടെ രഹസ്യ അർപ്പണം എന്ന് പറഞ്ഞാൽ? രഹസ്യ മന്ത്രങ്ങളാൽ മനസ്സിൽ നടത്തുന്ന തർപ്പണമാണ് ഇവിടെ. അപ്പോ ശരിക്കും ഒരു മോക്ഷമാർഗത്തിന് ഉള്ള ഒരു ശ്ലോകം ഉണ്ട്. ആ ശ്ലോകം അന്തർനിരന്തര നിരിന്ധന മേധധാന മോഹാന്ധകാര പരിപന്തിനി സംവിദഗ്നൗ കസ്മിം ചിദദ്ഭുത മരീചി വികാസ ഭൂമൗ വിശ്വം ജുഹോമി വസുധാതി ശിവാവസാനം. ഇതിൻ്റെ ഓരോ വരികളുടെ അർത്ഥം, ആദ്യത്തെ അന്തർനിരന്തര നിരിന്ധനമേധമാന. അന്തർനിരന്തര എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിരന്തരമായിട്ട്, നിരിന്ധനം ഇന്ധനമില്ലാതെ. ഇപ്പൊ യാഗം ചെയ്യണമെങ്കിൽ അഗ്നി ജ്വലിപ്പിക്കാൻ ഇന്ധനം വേണം. ഇന്ധനമില്ലാതെ ജ്വലിക്കുന്നു, അതാണ് ആദ്യത്തെ. ഉള്ളില് നിരന്തരമായിട്ട് ഇന്ധനമില്ലാതെ ജ്വലിക്കുന്നതും. രണ്ടാമത്തത് മോഹാന്ധകാര പരിപന്തിനി സംവിദഗ്നൗ. മോഹാന്ധകാരം എന്താണ്? അജ്ഞാനം.
അത് തന്നെയാണ് മോഹാന്ധകാരം. അപ്പോൾ അജ്ഞാനമാകുന്ന അന്ധകാരത്തിന് ആരാണ്? ശത്രുവാണ്. പരിപന്തിനി സംവിദഗ്നോ, ശത്രുവായിട്ടുള്ളതും. അപ്പോൾ ഉള്ളിൽ നിരന്തരമായി ഇന്ധനമില്ലാതെ ജ്വലിക്കുന്നതും അജ്ഞാനമാകുന്ന അന്ധകാരത്തിന് ശത്രുവായിട്ടുള്ളതും. അത് കഴിഞ്ഞാലോ, കസ്മിം ശിതദ്ഭുത മരീചി വികാസ ഭൂമൗ, കസ്മിം എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള മരീചി, പ്രകാശവീചികൾ. മരീചി എന്ന് പറഞ്ഞാൽ പ്രകാശവീചികളാണ്. മരീചികൾക്ക് വികാസഭൂമിയായിട്ടുള്ളവളും ആയ ചിദഗ്നിയിൽ, അതാണ് നാലാമത്തെ വരി. ഭൂമി മുതൽ പിടിച്ച് വിശ്വം ജുഹോമി, വിശ്വം മുതൽ പിടിച്ച് വസുധാതി ശിവാവസാനം, വിശ്വം മുതൽ പിടിച്ച് ശിവപര്യന്തമായിട്ടുള്ള, അതാണ് 36 തത്വങ്ങൾ. പൃഥ്വി മുതൽ ശിവതത്വം വരെ 36 തത്വങ്ങളിലാണ് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ രചിക്കപ്പെട്ടിരിക്കുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ചു, ഈ 36 തത്വങ്ങൾ. അപ്പോൾ ആ 36 തത്വങ്ങളിൽ പൃഥ്വി മുതൽ ഈ ശിവതത്വം വരെയുള്ള ശിവപര്യന്തമായിട്ടുള്ള വിശ്വത്തെ ഹോമിക്കലാണ് രഹസ്തർപ്പണം എന്നാണ്. വിശ്വം ജുഹോമി വസുധാതി ശിവാവസാനം, ഈ ക്രിയയ്ക്കാണ് രഹസ്തർപ്പണം എന്ന് പറയുന്നത്. അപ്പം ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടത് രഹോ യാഗക്രമം എന്ന് പറഞ്ഞാലും ഇവിടെ ആ തർപ്പണം തന്നെയാണ് രഹസ്തർപ്പണം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? യോഗശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ തന്ത്രശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഗുരുപദേശം വേണം ഇതിന്. അതേ സമയത്ത് ഭക്തിപൂർവമായിട്ടുള്ള മാനസ പൂജ കൊണ്ട് നമ്മൾ തർപ്പിക്കുകയാണ്. ശിവമാനസ പൂജ നമ്മൾ പലപ്പോഴും പറഞ്ഞു. രത്നൈ കൽപ്പിതമാസനം ശിവജലൈ ഹിമജലൈ സ്നാനം ച ദിവ്യാംബരം നാനാരത്ന വിഭൂഷിതം മൃഗമദാമോദാങ്കിതം ചന്ദനം. എങ്ങനെയാണോ ശിവനെ മനസ്സുകൊണ്ട് ആരാധിക്കുന്നത്, അവസാനം കരചരണകൃതം വാ കജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം എന്ന് പറഞ്ഞ് അപരാധം ക്ഷമിക്കണേ എന്ന് പറയുന്ന ആ ശിവമാനസ പൂജ മനസ്സിലിരുത്തി, പീഠത്തിലിരുത്തി, അർഘ്യപാദാദികൾ കൊടുത്ത്, വസനങ്ങൾ കൊടുത്ത്, പായസാന്നം കൊണ്ട് പൂജിച്ച്, ചാമരം വീശി, അതിനുശേഷം നമസ്കരിച്ച് സാഷ്ടാംഗം പ്രണതിസ്തുതിർ ബഹുവിധൗ ഹേതസ്തമസ്തം മയാ സങ്കൽപ്പേന സമർപ്പിതം തവ വിഭോ പൂജാം ഗൃഹാന്ന പ്രഭോ എന്നാണ് പറയുന്നത്. എന്നിട്ടാണ് ആത്മത്വാം ഗിരിജാമതി സഹചര എന്നുള്ള ശ്ലോകത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ശരിക്കും ഇത് മാനസപൂജ തന്നെയാണ്, ഈ രഹസ്തർപ്പണ തർപ്പിത. അത് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. യാഗക്രമങ്ങൾ അനുസരിച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ യോഗശാസ്ത്രപരമായിട്ടോ തന്ത്രശാസ്ത്രപരമായിട്ടോ ഒക്കെ ഗുരുമുഖത്തുനിന്ന് വേണം. പക്ഷെ നമ്മുടെ മനസ്സിൽ ഭക്തിഭാവം നിറച്ചുകൊണ്ട് ആ മാനസ പൂജ ചെയ്യാൻ ആരുടെ അനുവാദം വേണ്ട. അപ്പോൾ ആ രഹസ്യമായിട്ട് നമ്മൾ ആ മാനസ പൂജ ചെയ്യുന്നതിൽ ആ തൃപ്തി അടയുന്നവളാണ് ദേവി രഹസ്തർപ്പണ തർപ്പിത എന്ന നാമത്തിൽ. ഇങ്ങനെ ശരിക്കും ഈ ചിദഗ്നിയിൽ എല്ലാം ഹോമിക്കുമ്പോഴാണ് ഞാനെന്ന ഭാവം ഇല്ലാണ്ടാവണം. അതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത്. ഞാൻ ചെയ്ത കാര്യം, ഞാൻ പറഞ്ഞ കാര്യം, എൻ്റെ കാര്യങ്ങൾ, ഞാൻ ചെയ്ത പുണ്യം, അയ്യോ ഞാൻ ഈ പാപം, അപ്പം ഞാൻ ഈ പാപങ്ങളും പുണ്യങ്ങളും ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ചിന്തയും ധർമ്മ അധർമ്മങ്ങളിൽ നിന്നൊക്കെ മോചിതമാവും. അതിന് തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിത്താകുന്ന അഗ്നികുണ്ഡത്തിൽ ദേവിക്ക് തന്നെ സമർപ്പിച്ച് ഈ പുണ്യപാപങ്ങളെയൊക്കെ ഹോമിച്ച് കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തി നേടുന്നതാണ് ജീവൻ മുക്തനാവുന്നതിൻ്റെ ലക്ഷണം. ജീവൻ മുക്തൻ എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷം കിട്ടുന്ന അല്ല മുക്തി. അത് കിട്ടണമെങ്കിൽ പിന്നെ റീബർത്ത് ഉണ്ടാവരുത്. അത് കിട്ടണമെങ്കിൽ ഇവിടുന്ന് തന്നെ അത് ചെയ്തു പോകണം, അപ്പോഴാണ് നടക്കുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ശരിക്കും ഭൂമി, ആകാശം, ദേവതകള്, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാര് എന്നിവരെ കുറിച്ചുള്ള ഒരു ബോധവും ഉണ്ടാവില്ല നമുക്ക്. ഇതൊന്നും ഉണ്ടാവില്ല. നമ്മുടെ പാപചിന്തകൾ മാത്രമല്ല, നമുക്ക് ഈ ഭൂമി, ആകാശം എന്നുള്ള ആ ഒരു ബോധവും ഇല്ലാവും. അപ്പൊ നിരന്തരവും നിരിന്ധനവുമായിട്ടുള്ള, നിരിന്ധനം എന്ന് പറഞ്ഞാൽ ഒരു ഇന്ധനവും വേണ്ടാത്ത ആ ചിദഗ്നിയുടെ അദ്ഭുതമായിട്ടുള്ള ആ മരീചികൾ, ആ രശ്മികൾ മാത്രം ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അതാണ് ആനന്ദ നൃത്തമാടും എന്ന് പറയുന്നത് ആളുകളിൽ. നമുക്കറിയാം, ബ്രഹ്മജ്ഞാനം ലഭിച്ച ആളുകൾ, ഇപ്പം നമ്മൾ ഇത്തവണ വ്യാസഗുഹയിൽ പോയ സമയത്ത് അവിടെ കണ്ട ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒരു 38, 39, 40 വയസ്സായിട്ടുണ്ടാവില്ലേ അദ്ദേഹത്തിന്. അദ്ദേഹം ആ കാട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്, നിറഞ്ഞു നിൽക്കുകയാണ്, ആ ബ്രഹ്മ തേജസ് പോലെ നിൽക്കുകയാണ്, ഒന്നും വേണ്ടാത്ത അവസ്ഥയിൽ. അപ്പൊ അത് കിട്ടണമെങ്കിൽ ഇതൊക്കെ ആദ്യം തന്നെ ഹോമിക്കണം. ആ ബ്രഹ്മജ്ഞാനം വന്നു കഴിഞ്ഞാലുള്ള ആനന്ദം, ആ ആനന്ദം ആണ് എന്ത് പറയുന്നത്, അദ്ഭുത മരീചികൾ എന്ന് പറയുന്നത്, ആ ദേവിയുടെ കൃപയുടെ. അപ്പോൾ ശരിക്കും ഉപാസകൻ തന്നെ ചിദഗ്നിയായിത്തീരും. ആ അഗ്നിയിൽ ഉപാസകൻ തന്നെ എല്ലാം വിട്ടുപോകും. ആ ചിദഗ്നി
കുണ്ടലിനി രൂപത്തിലാണ് നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത്. അതിനെ നമ്മൾ എങ്ങനെ ഈ അഹങ്കാരത്തെയും അതുപോലെ തന്നെ കർമ്മബന്ധങ്ങളായിട്ടുള്ള ഒട്ടലുകളും ഒക്കെ കുറേശ്ശെ 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 നമ്മുടെ ഗാർഹസ്ഥ്യം കഴിഞ്ഞ് വാനപ്രസ്ഥത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 50, 55, 60 വയസ്സ് കഴിയുമ്പോൾ, 60 മുതൽ 70 വരെയുള്ള വയസ്സ് നമ്മൾ ശരിക്കും ആത്മീയതയിലേക്കുള്ള പാതയാണ്. കാരണം സന്യാസിയാവാൻ നമുക്കൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ വാനപ്രസ്ഥത്തോട് കൂടിയിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുക. അപ്പോൾ ശരിക്കും ആ വിഡ്രോവൽ വേണം. ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയുക, മിണ്ടി കഴിഞ്ഞാൽ അപ്പം അതിന് പ്രത്യുത്തരം കൊടുക്കണം എന്നുള്ള അവസ്ഥ വരിക. എത്ര നമ്മൾ പിന്നെ വായിച്ചാലും നമ്മൾ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒന്ന് പറഞ്ഞു അതിന് രണ്ടായിട്ട് കുറുക്കി കൊള്ളുന്ന മറുപടി കൊടുത്തില്ലെങ്കിൽ നമുക്ക് സമാധാനമില്ല, എത്ര വായിച്ചാലും. ആ അവസ്ഥയൊക്കെ മാറണം. ആ അവസ്ഥ മാറുമ്പോഴാണ് നമ്മൾ ഇനി നമുക്കൊന്നും സമ്പാദിച്ച് ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 60 വയസ്സോ 65 വയസ്സോ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വയം അങ്ങനെ അടങ്ങണം. അടങ്ങി 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 ആ ആശകളൊക്കെ തീരണം. നമ്മൾ ഇവിടെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഡോക്ടർ തിരുമേനി പറഞ്ഞ എല്ലാ കെട്ടുകളും പതുക്കെ പതുക്കെ അഴിച്ച് സ്വതന്ത്രരാവണം നമ്മൾ എന്നാണ് പറയുക. അപ്പം നമ്മൾ തന്നെയാണ് നമ്മളെ കെട്ടിട്ടിരിക്കുന്നത്. ഈ ആശകളും പാശങ്ങളും ചെയ്യണം ഞാനെന്ന ഭാവവും ഒക്കെയാണുള്ളത്. അതിനൊക്കെ നമ്മൾ തർപ്പണം ചെയ്യണം, അഗ്നികുണ്ഡത്തിൽ ഹോമിക്കണം. അപ്പം ഈ 2 നാമങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ്. ഇത് രഹോയാഗക്രമാരാധ്യ എന്നുള്ളതും രഹസ്തർപ്പണ തർപ്പിത എന്നുള്ളത്. ഇത് രണ്ടിലും അതീവ പ്രീതിയുള്ളവളാണ് ദേവി. അതുകൊണ്ട് ആ ദേവിക്ക് നമസ്കാരം എന്ന് നമ്മൾ രഹസ്തർപ്പണ തർപ്പിത എന്ന് പറയുന്നതോടുകൂടി 83ാമത്തെ ശ്ലോകം അവസാനിക്കുന്നു. ഒന്ന് പെട്ടെന്ന് ഇത് നമുക്ക് ചൊല്ലാം. ഓഢ്യാണപീഠ നിലയ ബിന്ദുമണ്ഡലവാസിനി രഹോ യാഗക്രമാരാധ്യ രഹസ്തർപ്പണ തർപ്പിത. ഇനി നമുക്ക് അടുത്ത നാമത്തിലേക്ക് പോവാം. 84ാമത്തെ നാമം, 84ാമത്തെ ശ്ലോകം. സദ്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷിവർജിത ഷഡംഗദേവതായുക്ത ഷാഡ്ഗുണ്യപരിപൂരിത. സദ്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷിവർജിത ഷഡംഗദേവതായുക്ത ഷാഡ്ഗുണ്യ പരിപൂരിത. ഇവിടെ ആദ്യത്തെ ഇരടിയില് സദ്യപ്രസാദിനി എന്നുള്ള ഒരു നാമമാണ്, വിശ്വസാക്ഷിണി എന്നുള്ള മറ്റൊരു നാമമാണ്, സാക്ഷിവർജിത എന്നുള്ള ഒരു നാമമാണ്. അപ്പോൾ 383, 384, 385. രണ്ടാമത്തെ ഇരടിയിൽ ഷഡംഗദേവതായുക്ത എന്നുള്ള ഒരു നാമമാണ്. അത് കഴിഞ്ഞാൽ ഷാഡ്ഗുണ്യ പരിപൂരിത എന്നുള്ളത് ഒരു നാമമാണ്. അങ്ങനെ 5 നാമങ്ങളാണ് ഈ 84ാമത്തെ ശ്ലോകത്തിലുള്ളത്. ആ 5 നാമങ്ങളിൽ ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തേതാണ് സദ്യപ്രസാദിനി. ഇനി സദ്യപ്രസാദിനി, സദ്യഹ എന്നാണ്. സദ്യ എന്ന് പറഞ്ഞാൽ സദ്യഹ. സദ്യഹ എന്ന് പറഞ്ഞാൽ ജഡിതി, പെട്ടെന്ന് പെട്ടെന്ന് പ്രസാദിക്കുന്നവളാണ്. ക്ഷിപ്രപ്രസാദിയാണ് ദേവി എന്ന് നമുക്കറിയാം. കാരണം ദേവി ആദ്യത്തെ നാമം എന്തായിരുന്നു? ശ്രീമാത, അമ്മയാണ് ദേവി. അമ്മയ്ക്ക് മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അമ്മയെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ, ഒന്ന് വിളിച്ചാൽ മതി. ഐഫോണൊന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എവിടെ വിദേശത്ത് പോയാലും അമ്മേ അച്ഛാ നിങ്ങൾക്ക് സുഖമാണോ എന്നൊന്ന് വിളിച്ചു ചോദിക്കെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാ കൃപകളും വാരിച്ചൊരിയും എന്നുള്ളതാണ്. ആ മനസ്സ് വിങ്ങില്ല. അപ്പോൾ ശരിക്കും സദ്യപ്രസാദിനിയാണ് അമ്മ. ഉടൻ തന്നെ പ്രസാദിക്കുന്നവളാണ് അമ്മയായിട്ടുള്ള ദേവി. ഇവിടെ ദേവിയുടെ ശ്രീമാത എന്നുള്ള നാമം മാതൃഭാവത്തോടു കൂടിയാണ് ദേവിയെ നമ്മൾ തുടങ്ങിയതേ ഭജിക്കാൻ. ഇനി അവസാനിക്കുന്നതോ ലളിതാംബിക എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ശ്രീമാത എന്ന് പറഞ്ഞ് ലളിതാംബിക എന്ന് പറഞ്ഞ ആ അമ്മയുടെ ഇടയിൽ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ നിറച്ചു വെച്ചിരിക്കുകയാണ്. ഈ ബ്രഹ്മാണ്ടത്തിലെ സകല സൃഷ്ടികളും ജ്ഞാനങ്ങളും അജ്ഞാനങ്ങളും കർമ്മങ്ങളും എല്ലാം ഈ 2 നാമത്തിനിടയ്ക്കാവും. എല്ലാം നിറച്ചു വെച്ചിരിക്കുകയാണ് ഈ 2 നാമത്തിനിടയ്ക്കും. അപ്പോൾ അമ്മയുടെ ഭാവമാണ് എപ്പോഴും ദേവിക്കുള്ളത്. ദേവി അസുരന്മാർക്ക് എതിരെ കോപിഷ്ഠയാകും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ദേവി എപ്പോഴും ഒരു അവസ്ഥയും ഇല്ലാത്ത, എപ്പോഴും അരയന്നപ്പിട പോലെ നടക്കുന്ന ദേവിയാണ്. ദേവിക്ക് ഒരു ധൃതിയും ഇല്ല ഒരു കാര്യത്തിനും. ദേവി ചിന്തിച്ചുറപ്പിച്ചിട്ടുള്ളതാണ് ഓരോരുത്തർക്കും എന്താണ് കൊടുക്കേണ്ടതെന്നും. പക്ഷേ അതൊക്കെയാണെങ്കിലും മക്കളെ വിളിച്ചു കഴിഞ്ഞാൽ ആപതി കിങ്കരണീയം സ്മരണീയം ചരണയുഗളമമ്പായാം എന്നുള്ള ധാരണ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, ആപത്തിപ്പെട്ട് കഴിഞ്ഞാൽ അമ്മയെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അമ്മ എല്ലാം മറന്ന് വന്നെത്തിക്കോളും എന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുമുണ്ട്, ദൃഷ്ടാന്തങ്ങൾ കേട്ടിട്ടുമുണ്ട്. അത് തന്നെയാണ് സദ്യഹ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രസാദിക്കുന്നവളാണ്. ഇനി സൗന്ദര്യലഹരിയിലെ 22ാമത്തെ
ശ്ലോകത്തില് അത് നമ്മൾ വളരെ ഗംഭീരമായിട്ട് നമ്മൾ വിശദീകരിച്ച ശ്ലോകമാണ്. ഭവാനിത്വം ദാസേ മൈ വിതര ദൃഷ്ടിം കരുണ എന്നുള്ള ശ്ലോകം 22ാമത്തെ ശ്ലോകമാണ്. ഭക്തൻ വന്നിട്ട് ഭവാനി ത്വം എന്നാണ് ദാസൻ. ഭവാനി, അങ്ങയുടെ ദാസനായ എനിക്ക് എന്തെല്ലാം തരണേ എന്ന് പറഞ്ഞിട്ട് ഇറക്കാൻ പോവാണ്. രണ്ട് തരത്തിലുള്ള ഭക്തിയാണ് നമുക്കുള്ളത്. ഒന്നെങ്കിൽ വിൽ ബെഗ്, അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഒന്നെങ്കിൽ നമ്മൾ ബ്രൈബ്, ഇത് തന്നു കഴിഞ്ഞാൽ അത് തരാം. ഇപ്പൊ ബെഗിങ്ങും ബ്രൈബിങ്ങും ആണ്. അപ്പൊ ഇവിടെ ബെഗിങ് ആണ്, ഭവാനി ത്വം ദാസേ. പക്ഷെ ദേവി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ ആരൊക്കെയായിരുന്നു പണ്ടുണ്ടായിരുന്നത്? ബ്രഹ്മാവും വിഷ്ണുവും ശിവനും തന്നെ ഉണ്ടായിരുന്നു. അവിടുന്ന് പരിണമിച്ചിട്ടാണ് സകല ജീവജാലങ്ങളും ഉണ്ടായത്. പിന്നെ കർമ്മങ്ങൾ ചെന്ന് വീണ്ടും വീണ്ടും ജീവജാലങ്ങളായി. ഏറ്റവും ഗംഭീരമായിട്ടുള്ള മനുഷ്യജന്മം കിട്ടി. ഇനി വീണ്ടും ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ആവാം. വീണ്ടും ഇവരാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വേണം പോവാൻ, അടുത്ത ജന്മങ്ങളും ജന്മാന്തരങ്ങളുമായിട്ട്, ദേവന്മാരാണെങ്കിലും. അപ്പോ ദേവി വിചാരിക്കുന്നത്, ഇപ്പൊ വന്നിട്ട് എന്നോട് ഭവാനിത്വം വേണം ദേവി, അങ്ങയുടെ അവസ്ഥ എനിക്ക് വേണം, അങ്ങയായി ഞാൻ മാറണം എന്നാണെന്ന് ദേവി തെറ്റിദ്ധരിച്ചിട്ട് വിഷ്ണുവിനും ബ്രഹ്മാവിനും ദേവന്മാർക്കും ഒക്കെ കൊടുക്കുന്ന അതേ കരുണയുടെ മരീചികള് ആ ദേവിയാണ് കൊടുക്കുകയാണത്രേ. ചോദിച്ചതെന്താ? ഭവാനി ത്വം ദാസേ എന്ന് കേൾക്കാൻ ദേവിക്ക് ക്ഷമയുണ്ടായില്ല. ഭവാനിത്വം ദാസേ, നിന്റെ ദാസന് ഭവാനിത്വം തരൂ എന്ന് പറഞ്ഞ് ദേവി കരുണ കൊടുക്കുകയാണെന്ന്. അത്രയും ആർദ്ര ചിത്തയാണ് ദേവി എന്നുള്ളത് നമ്മൾ കണ്ടു. ഇതൊക്കെ ആ ശ്ലോകങ്ങളൊക്കെ ഒന്നുകൂടി ഓടിച്ചു നോക്കൂ. അപ്പോൾ ശരിക്കും സദ്യപ്രസാദിനിയാണ് ദേവി, മാതാവാണ് ദേവി. ദേവി എല്ലാവരും സ്വന്തം മക്കളെ പോലെ പ്രസാദിച്ച് പരിപാലിക്കുന്നവളാണ്. ഇനിയോ 384ാമത്തെ നാമം വിശ്വസാക്ഷിണി. ദേവി ആരാണ്? വിശ്വസാക്ഷിണിയാണ്. ഈ വിശ്വത്തിന് സാക്ഷിയാവളാണ് ദേവി. ശരിക്ക് പ്രപഞ്ചോൽപത്തി മുതൽ അതിൻ്റെ ലയം വരെ നമ്മൾ കണ്ടു. എങ്ങനെയാണ് ഉൽപ്പത്തി ഉണ്ടായതെന്നും എങ്ങനെയാണ് ലയിക്കുന്നവൻ. നമ്മൾ ഒരിക്കലും എന്താ പറയുക, പ്രളയത്തിൽ ലയിക്കുക ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും അതിനെ സംഹാരം എന്നുള്ള, സംഹരിക്കല് അസുരന്മാരെയാണ്, അല്ലെങ്കിൽ ജീവജാലങ്ങളെ മുഴുവൻ ലയിപ്പിക്കുകയാണ്, തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദേവിയാണെങ്കിലും വിഷ്ണു ആണെങ്കിലും എന്താണ് നമ്മൾ സങ്കല്പിക്കുന്നത് എല്ലാം ഒന്നാണെന്ന് നമ്മൾ കണ്ടു. അദ്വൈത ഭാവനയെക്കുറിച്ച് ഒരുപാട് ശ്ലോകങ്ങൾ നമ്മൾ നാമങ്ങളും കണ്ടു. അപ്പോൾ ഇതൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും ആ ലയിപ്പിക്കുന്ന പ്രക്രിയയിൽ ദേവി തന്നെയാണ് സാക്ഷി. കഴിഞ്ഞ നാമത്തിൽ കണ്ടു, ദേവിക്ക് മരണമില്ല, പരമേശ്വരനും മരണമില്ല. അതുപോലെ തന്നെയാണ് വിശ്വസാക്ഷിണിയാണ് ദേവി, സകലതിനും സാക്ഷി ദേവിയാണ്. അപ്പോൾ ശരിക്കും ഇന്ദ്രിയങ്ങൾ കൊണ്ട്, ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും എല്ലാം പ്രത്യക്ഷമായിട്ട് നേരിട്ട് കാണുകയാണ് ആ വിശ്വസാക്ഷിണി. സാക്ഷി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഈക്ഷതേ ഇതി സാക്ഷി എന്നാണ്. സാക്ഷാൽ ഈക്ഷതേ എന്ന് വെച്ചാൽ സാക്ഷാൽ ശരിയായിട്ട് നേരിട്ട് അങ്ങനെ ഈക്ഷതേ കാണുന്ന, വീക്ഷിക്കുന്നവളാണ്. അതിനാണ് സാക്ഷി എന്ന് പറയുന്നത്. നമ്മൾ നീ സാക്ഷിയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ സ്ഥലത്ത് നമ്മൾ പ്രസന്റ് ആയിരിക്കണം. നമ്മുടെ കണ്ണുകൊണ്ടും നമ്മുടെ കാതുകൊണ്ടും കേൾക്കുകയും കാണുകയും ചെയ്യണം. അപ്പോഴാണ് സാക്ഷി പറയാൻ പറ്റുള്ളൂ നമുക്ക് കോർട്ടിലൊക്കെ. അതുകൊണ്ടാണ് സാക്ഷി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ശരിക്കും ദേവി ഈ വിശ്വത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാണ്. എല്ലാവരുടെയും ഉള്ളിൽ അന്തർയാമിയായിട്ട് ഇരിക്കുന്നതും ഈ ദേവി തന്നെയാണ്. ഇവിടെ തന്നെയാണ് സഹസ്രശീർഷവദന 66ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, സഹസ്രാക്ഷി സഹസ്രപാദ് എന്ന്. ദേവിക്ക് ആയിരക്കണക്കിന്, സഹസ്രം എന്ന് പറഞ്ഞാൽ ആയിരമല്ല, ആയിരങ്ങൾ, എത്രയോ ആയിരങ്ങൾ, ഇന്യൂമറബിൾ ആയിരങ്ങൾ, സഹസ്ര ശീർഷവദന. ഇപ്പം നമ്മുടെയൊക്കെ ശീർഷം ദേവിയുടെ തന്നെയാണ്. സഹസ്രാക്ഷി, നമ്മുടെയൊക്കെ കണ്ണുകൾ ദേവിയുടെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരാളിലും വ്യത്യസ്ത ഭാവം ഒരിക്കലും കാണാൻ പറ്റില്ല. സഹസ്രാക്ഷി സഹസ്രപാദം എല്ലാം തന്നെയാണ്. അപ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സസ്യലതാദികളും ഒക്കെ ദേവി തന്നെയാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ അന്തർലീനയായിരിക്കുകയാണ്. ദേവിയിൽ നിന്നും അന്യമായിട്ട് ഒന്നുമില്ല. അപ്പൊ ദേവി എല്ലാറ്റിനും സാക്ഷി തന്നെയാണ്. ആ ദേവിക്ക് നമസ്കാരം. ഓം വിശ്വസാക്ഷിണ്യേ നമ എന്ന് പറയുമ്പോൾ ദേവി ഇങ്ങനെ എല്ലായ്പ്പോഴും നമ്മളെ നോക്കി നിൽക്കുകയാണ് എന്ന് സദാ വിചാരം മനസ്സിൽ വരണം. അടുത്തത് എന്താണ്? സാക്ഷിവർജിത. സാക്ഷിവർജിത എന്ന് പറഞ്ഞാൽ എന്താണ്? 385ാമത്തെ നാമം സാക്ഷിവർജിത. ഇവിടെ എല്ലാം ദേവി തന്നെയാണ് സാക്ഷി എന്ന് നമ്മൾ കണ്ടു. എന്നാലോ ദേവിക്ക് സാക്ഷിയായിട്ട് ആരുമില്ല. സാക്ഷിക്കൊക്കെ, നമുക്കൊക്കെ ദേവി സാക്ഷിയാണ്, പക്ഷെ ദേവിക്ക് സാക്ഷിയായിട്ട് ആരുമില്ല. ദേവിയെ
നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ദേവിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ ദേവി എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാനോ ഒന്നും ആരുമില്ല. ഈ നാമം പലപ്പോഴും ഇതേ അർത്ഥമുള്ള നാമങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. ദേവി തന്നെയാണ്. ദേവി ഈ വിശ്വത്തിൽ നിന്നും അന്യയല്ല. അപ്പൊ ദേവിക്ക് ആരും, ബ്രഹ്മാണ്ട സ്വരൂപിണിയാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് ആരും സാക്ഷിയായിട്ടില്ല. ഒന്നും തന്നെ ദേവിയിൽ നിന്നും അന്യമല്ല. ഉൽപ്പത്തി, സ്ഥിതി, ലയം എന്നിവയ്ക്കെല്ലാം അതീതയാണ് ദേവി. ഇതൊന്നൊക്കെ സംഭവിച്ചാലും ദേവി ശക്തി സ്വരൂപിണിയായിട്ട് അവിടെ തന്നെ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ ബ്രഹ്മരൂപിണിയായിട്ട് ദേവി ഈ ബ്രഹ്മാണ്ടത്തിൽ വിഹരിക്കുന്നുണ്ടായിരിക്കും. അവിടുന്നാണ് പിന്നെ വീണ്ടും ബ്രഹ്മാണ്ട സൃഷ്ടി നടക്കുന്നത്. അതുകൊണ്ട് എന്താണ്, ദേവി സകല സാക്ഷികളും ഒരു സാക്ഷിയും ഇല്ലാത്തവളാണ്. ദേവിക്ക് ഒരു സാക്ഷിയും, ദേവി എന്താണ് ചെയ്യുന്നതെന്നോ ഒന്നിനും ഒരു സാക്ഷിയുമില്ല എന്നുള്ളതാണ്. സാക്ഷി വർജിതയാണ്. ആരും സാക്ഷിയായിട്ട് ഇല്ലാത്തവളാണ് ദേവി. ഓം സാക്ഷിവർജിതായേ നമ എന്ന് 385 നാമം. ഇനി 386 നാമം ഷഡംഗദേവതായുക്ത. ഷഡംഗദേവതായുക്ത. ഇനിയോ ഷഡംഗങ്ങൾ എന്ന് പറഞ്ഞ എന്താണ്? 6 അംഗങ്ങളെയാണ് ഷഡംഗങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ അംഗദേവതകള് നമ്മള് എന്ത് നാമം, ഇപ്പൊ വിഷ്ണു സഹസ്രനാമാണെങ്കിലും ലളിതാ സഹസ്രനാമാണെങ്കിലും മന്ത്രങ്ങളാണെങ്കിലും ഒക്കെ ജപിക്കുമ്പോൾ മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ അതിനൊരു ചിട്ടയുണ്ട്. നമ്മൾ ശരിക്കും ഇങ്ങനെ 2 വിരൽ ഇങ്ങനെ പിടിച്ച് മുദ്രയുണ്ടാക്കിയിട്ട് ആ മന്ത്രത്തിൻ്റെ എവിടെയാണോ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഛന്ദസ്സും അനുഷ്ടുപ്തും ദേവതകളും ഒക്കെ ധ്യാനിച്ചുകൊണ്ട് ആ ദേവതയെ നമ്മുടെ ശരീരത്തിൽ അങ്ങനെ സ്ഥാപിക്കുന്ന ആ ഒരു കൃത്യമുണ്ട്. ആ കൃത്യത്തിന് ഓരോ സ്ഥലത്തും സ്പർശിക്കും. അതിലുള്ള അംഗങ്ങളെ ഷഡംഗങ്ങൾ എന്ന് പറയുന്നു. ആ ഷഡംഗങ്ങൾ ശക്തികളാണ്. ആ ശക്തികൾക്കൊക്കെ 6 ദേവതകളായിട്ട് പറയും. ഇപ്പോൾ ഹൃദയം, ശിരസ്, ശിഖ, നേത്രം, കവചം, അസ്ത്രം, ഇതൊക്കെ 6 അംഗങ്ങളായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓരോ നാമങ്ങൾക്കും ഇപ്പോൾ വഷട്ട്, കവചം വഷട്ട് എന്ന് പറയും. അസ്ത്രത്തിനും ഷട്ട് വഷട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ദേവി മഹാത്മ്യം വായിക്കുമ്പോഴും കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ അത് പഠിക്കേണ്ടതാണ്. അംഗന്യാസം ചെയ്യുന്നതും കരന്യാസം ചെയ്യുന്നതും ഒക്കെ പഠിക്കേണ്ടതാണ് ശരിക്കും ഗുരുമുഖത്തുനിന്ന്. അത് ശരിക്കും വായിച്ച് പഠിച്ചാൽ പഠിക്കാൻ പാടില്ല. ശരിക്കും അറിയുന്ന ഒരാൾ ഗുരുമുഖത്ത് തന്നെ പഠിച്ചിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ അതൊന്നുമില്ലാതെ മനസ്സിൽ ദേവീ സങ്കല്പം, ഇപ്പം നമ്മൾ ഓം നമോ ഭഗവതി വാസുദേവായ എന്ന് മുകളിലേക്ക് 12 പ്രാവശ്യവും താഴത്തേക്ക് 12 പ്രാവശ്യവും ആ ദേവനെ നമ്മൾ ശരീരത്തിൽ ആവാഹിക്കുന്നതായി സങ്കല്പിക്കുക. അല്ലെങ്കിൽ ഏത് ദേവിയാണെങ്കിൽ ആ ദേവിയെ സങ്കല്പിച്ച് അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ ഈ ഷഡംഗങ്ങൾ, ആ ഷഡംഗങ്ങളുടെ ദേവതകൾ, ആ ദേവത ആരാണ്? ഷഡംഗ ദേവതായുക്ത. ആ ദേവി തന്നെയാണ് ഈ ഷഡംഗങ്ങളുടെ ദേവതകൾ. അതോട് കൂടിയവളാണ്, ഷഡംഗങ്ങളായിട്ടുള്ള ദേവതകളോട് കൂടിയവളാണ് ദേവി. മന്ത്രങ്ങൾ കൊണ്ട് മൃഗമുദ്രയാൽ സ്പർശിക്കുന്ന ന്യാസം, ആ ന്യാസത്തിലെ ഓരോ ദേവതകളും ദേവി തന്നെയാണ്. ആ ദേവിയോട് കൂടിയവരാണ് അവർ. അതുകൊണ്ട് ദേവി ഷഡംഗ ദേവതായുക്ത. ഇനി ഷഡംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരിക്കും വേദാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതും നമ്മൾ പഠിച്ചതാണ്. 36 കലകളും ചതുഷ്ഷഷ്ടി കലാമയി 64 കലകളെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മളിതെല്ലാം വിശദമായി കണ്ടതാണ്. വേദാംഗങ്ങളെ ഷഡംഗങ്ങൾ എന്ന് പറയും. വേദാംഗങ്ങൾ ഏതൊക്കെയാണ്? ശിക്ഷ, അത് കഴിഞ്ഞാൽ നിരുക്തം, വ്യാകരണം, ഛന്ദസ്, ജ്യോതിഷം, കൽപ്പം, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ 6 വേദാംഗങ്ങളുണ്ട്. ആ വേദാംഗങ്ങളെ ഷഡംഗങ്ങൾ എന്ന് പറയുന്നു. ഇതൊക്കെ ദേവിയുടെ രൂപങ്ങൾ തന്നെയാണ്. ഇവെല്ലാം ദേവതാരൂപത്തിൽ ദേവിയെ സദാ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. ദേവിയുടെ തന്നെ ആജ്ഞയിൽ ഉണ്ടായതാണ് ഈ ഷഡംഗങ്ങൾ, വേദാംഗങ്ങളൊക്കെ. അതെല്ലാം ദേവി തന്നെയാണ്. ആ ഷഡംഗ ദേവതകളും അല്ലെങ്കിൽ ഈ ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദസ്, ജ്യോതിഷം, അതുപോലെ കൽപ്പം എന്നുള്ള എല്ലാം ദേവിയെ ഇങ്ങനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദേവി ഷഡംഗ ദേവതായുക്ത എന്ന് പറയും. ഇനി ശരിക്കും ദേവി ഷഡംഗ ദേവതകളുടെ അധിഷ്ഠാന ദേവത, 6 അംഗദേവതകൾ നമ്മൾ കണ്ടു. അതിൻ്റെ അടിസ്ഥാന ദേവത മഹേശ്വരനാണ്. അപ്പോൾ മഹേശ്വരൻ്റെ രൂപങ്ങൾ തന്നെയാണ്. ഏതൊക്കെയാണത്? ശരിക്കും 6 ഗുണങ്ങളാണത്. സർവജ്ഞത, എല്ലാം നിറഞ്ഞ അവസ്ഥ, തൃപ്തി, അത് കഴിഞ്ഞാൽ അഭിനിവേശം, സ്വതന്ത്രത, ശക്തി, അതുപോലെ തന്നെ അനന്തമായിട്ടുള്ള ജ്ഞാനം, ഇതൊക്കെ കൂടിയിട്ടുള്ള ഷഡംഗങ്ങളാണ്. ഇത് പരമശിവൻ തന്നെയാണ്. അപ്പോൾ ആ പരമശിവനോട് കൂടിയിരിക്കുന്നവരാണ് ദേവി, മഹേശ്വരനോട് കൂടിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ദേവി ഷഡംഗ ദേവതയാണ്, അല്ലെങ്കിൽ ഷഡംഗ ദേവത യുക്തയാണ്.
ചേർന്നിരിക്കുകയാണ്. ഇതൊക്കെയുള്ള ഷഡംഗങ്ങളിലുള്ള ദേവതകളിലുള്ള മഹേശ്വരനോട് ചേർന്നിരിക്കുന്നവളാണ് ദേവി കാമേശ്വരി. അതുകൊണ്ട് ദേവി ഷഡംഗ ദേവതായുക്ത എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ അംഗന്യാസം ചെയ്യുമ്പോൾ ഉള്ള ഉപദേവതകൾ, ആ ഉപദേവതകളൊക്കെ ദേവി തന്നെയാണ്. അവരെല്ലാം ദേവിയോട് ചേർന്നിരിക്കുന്നവളാണ്. അല്ലെങ്കിൽ നമ്മുടെ വേദാംഗങ്ങൾ ഷഡംഗങ്ങളാണ്. അതെല്ലാം ദേവിയുടെ തന്നെ ആജ്ഞകൾ കൊണ്ടുണ്ടാക്കിയതാണ്. ആ ദേവതകളൊക്കെ ദേവിയെ സദാ ദേവിയോട് ചേർന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് ദേവി ഷഡംഗ ദേവതായുക്ത. ഇനി 387 നാമം ഷാഡ്ഗുണ്യ പരിപൂരിത. ഷാഡ്ഗുണ്യ പരിപൂരിത എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ഗുണങ്ങൾ, ഷഡ്ഗുണങ്ങളാൽ പരിപൂരിതയായവൾ. ഇവിടെ ശരിക്കും ഈ ഷഡ്ഗുണങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പോൾ ഒരാള് ധനം കൊണ്ട് പൂരിതനായതാണ് വെച്ചാൽ എന്ത് വിളിക്കും? ധനവാൻ എന്ന് വിളിക്കും, അല്ലേ? അതുപോലെ തന്നെ എന്താണോ അയാൾക്കുള്ളത്, വിദ്യ കൊണ്ട് പൂരിതമായിട്ടാണെങ്കിൽ വിദ്യാവാൻ അല്ലെങ്കിൽ വിദ്യാവതി എന്ന് വിളിക്കും. സ്ത്രീലിംഗമാണെങ്കിൽ വിദ്യാവതി. ഇവിടെ ഭഗവതി എന്ന് പറയുന്നത്, ഭഗം എന്ന് പറഞ്ഞാൽ 6 ഈ ഭഗം എന്ന് പറയുന്ന 6 ഗുണങ്ങൾ, 6 ഭഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഐശ്വര്യം, വീര്യം, യശസ്, അതുപോലെ തന്നെ ശ്രീ എന്ന് പറയുന്ന ഭഗം, ജ്ഞാനം, വൈരാഗ്യം. ഈ 6 ഗുണങ്ങളും ഭഗങ്ങളാണ്. ഈ ഭഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആളെയാണ് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി എന്ന് വിളിക്കുന്നത്. ഗുണവാൻ, ധനവാൻ എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഷഡ്ഗുണങ്ങളായിട്ടുള്ള 6 ഭഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ഭഗവാൻ. അതുപോലെ തന്നെ ഭഗവതി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭഗവാന്റെ സ്ത്രീലിംഗമാണ് ഇവിടെ ഭഗവതി. ദേവി സ്ത്രീ രൂപത്തിലുള്ള ആ ഭഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ദേവത തന്നെയാണ്. അതുകൊണ്ട് ഷാഡ്ഗുണ്യ പരിപൂരിത എന്ന് പറയും. ശരിക്കും 6 ഗുണങ്ങളാൽ പൂരിതയായുള്ളതാണ് ദേവി. ഇനി രാജ്യസംബന്ധമായിട്ട് ഇപ്പൊ ദേവി ശ്രീ മഹാരാജ്ഞി എന്നാണ് ദേവിയുടെ, ശ്രീമാതാ, ശ്രീ മഹാരാജ്ഞി എന്നാണ് 2ാമത്തെ നാമം. അപ്പൊ ദേവി ഈ ലോകം മുഴുവൻ അമ്മയാണ് ദേവി. പക്ഷെ ദേവി സൃഷ്ടിയാണ് അമ്മ. അതുപോലെ തന്നെ സ്ഥിതി എന്ന് പറഞ്ഞാൽ പരിപാലനം ചെയ്യുന്നവളാണ്. അതുകൊണ്ടാണ് രാജ്ഞി. ശാസിക്കാനും അതുപോലെ തന്നെ നമ്മളെ രക്ഷിക്കാനും രണ്ടും ചെയ്യാൻ പ്രാപ്തിയുള്ളവളാണ് ദേവി അന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് ദേവിയുടെ 2ാമത്തെ നാമം ശ്രീ മഹാരാജ്ഞി എന്ന് പറയുന്നത്. അപ്പം രാജാവിൻ്റെ രാജസംബന്ധമായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? സന്ധി, ആരുമായിട്ട് സന്ധി ചെയ്യണോ, ആരുമായിട്ട് യുദ്ധം ചെയ്യണോ എന്നൊക്കെ രാജഗുണങ്ങൾ അറിയണം. അതുപോലെ തന്നെ അത് ദേവിയുടെ ഗുണം, രാജസമായിട്ടുള്ള രാജ്ഞിയായിട്ടുള്ള ദേവി അതൊക്കെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് സന്ധി എന്നുള്ള ഗുണം. അതുപോലെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനാണ് വിഗ്രഹം എന്ന് പറയുന്നത്. വേണ്ടത്തോ വേണ്ട പോലെ യുദ്ധം ചെയ്യാനുള്ള കഴിവ് വേണം. അതുകൊണ്ട് ആ ഗുണവും വേണം രാജസമായിട്ടുള്ളത്. ഇനിയോ യാനം, യാത്ര ചെയ്യണം, സകല സ്ഥലത്തും യാത്ര ചെയ്യണം. യാത്ര ചെയ്തിട്ട് എല്ലാവരെയും കൂടെ നിർത്തണം, വേണ്ടവരെ കടിച്ചമർത്തണം. അതുകൊണ്ട് യാനം എന്നുള്ള രാജസമായിട്ടുള്ള ഗുണമാണ്. ഇനി ആസനം എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും എന്താണ്? ശരിക്കും ആസനം സൈന്യത്തെ വേണ്ടിടത്ത് കൊണ്ടുപോയി തമ്പടിപ്പിക്കുന്നത്. ഇത് നമ്മൾ സിംഹാസനത്തിൽ ഇരിക്കുന്നതോ നമ്മളിരിക്കുന്നതോ അല്ല. രാജാവ് തൻ്റെ സൈന്യത്തെ വേണ്ട പോലെ നയിച്ചിട്ട് എവിടെ കൊണ്ടുപോയി നിർത്തണോ അവിടെ കൊണ്ടുപോയി നിർത്തുന്നതാണ്. ആ ഗുണത്തിനാണ് എന്ത് പറയുന്നത്? ആസനം എന്ന് പറയുന്നത്. ഇനി ദ്വൈതീഭാവം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? കലഹം ഉണ്ടാക്കുക. ദ്വൈതം എന്ന് പറഞ്ഞാൽ നമ്മളും മറ്റൊരുത്തനും വേറെ എന്നുള്ള ബോധം ഉണ്ടാകൊണ്ടാണ് നമ്മൾ അടിപിടി ഉണ്ടാക്കണം അയാളുമായിട്ട്. ഇപ്പം നമുക്ക് എല്ലാം ഒന്നാണെങ്കിൽ അത് വേണം. പ്രപഞ്ചത്തിലിരിക്കുന്ന ആ അഗ്നി തന്നെയാണ്, ആ തേജസ് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദ്വൈതഭാവം ഉണ്ടാവില്ല. പക്ഷെ ദ്വൈതഭാവം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ്? അടിപിടി ഉണ്ടാവും. അപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാളിൽ അയാൾക്ക് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ, നിന്നെ അത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദ്വൈതി ഭാവം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ശത്രുവായി മാറും. അപ്പോൾ രാജ്യതന്ത്രങ്ങളിലെ ഒരെണ്ണമാണ് ചാരന്മാരെയൊക്കെ വിട്ടിട്ട് ദ്വൈതീഭാവം ഉണ്ടാക്കും. ദ്വൈതീഭാവം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ശത്രുവിൻ്റെ ശത്രു നമ്മുടെ മിത്രമായി മാറും, അല്ലെങ്കിൽ നമ്മുടെ ശത്രു അയാളുടെയും ശത്രുവായി മാറും. അപ്പോൾ ദ്വൈതീഭാവം ഉണ്ടാക്കുന്ന ഇതും എന്താണ്? കലഹം അത് ഉണ്ടാക്കുന്നത് രാജ്യതന്ത്രങ്ങളിൽ ഒന്നാണ്. ഇനി 6ാമത്താണ് സമാശ്രയം എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരിക. നമ്മളുടെ ശക്തി മുഴുവനല്ല, നമ്മളിതൊക്കെ കൃഷ്ണന്റെ തന്ത്രങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? മറ്റൊരു രാജാവിനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് അവർ പറയും, അങ്ങനെ ചെയ്യും. വേണ്ടി വന്നാൽ തിരിഞ്ഞോടും ചെയ്യും. രൺഛോഡ് എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞോടി യുദ്ധത്തിലെ ജരാസന്ധനുമായിട്ടുള്ള യുദ്ധത്തിൽ നിന്ന്. അപ്പോൾ ഇതെല്ലാം ഈ 6 ഗുണങ്ങളും, ആ 6 ഗുണങ്ങളും ദേവിയുടെ പരിചാരകർ തന്നെ. ഈ ഗുണങ്ങൾ എങ്ങനെയാണ് കിട്ടുന്നത്? ശ്രീ മഹാരാജ്ഞി എന്ന് പറഞ്ഞ ദേവി
കാണിക്കുന്ന ഈ 6 ഗുണങ്ങൾ തന്നെയാണ് മഹത്തായ ചക്രവർത്തിമാരിലുമുള്ളത്. ആ 6 ഗുണങ്ങളും ദേവിയുടെ തന്നെ ഭാവങ്ങളാണ്. 6 ഗുണങ്ങളും ദേവിയെ പൂജിക്കുന്നു. അതുകൊണ്ട് ഷഡ്ഗുണ്യ പരിപൂരിത, ഈ 6 ഗുണങ്ങളാലും പൂരിതയാവളാണ് ദേവി, നിറഞ്ഞവളാണ് ദേവി. അതുകൊണ്ട് ദേവി ഷഡ്ഗുണ്യ പരിപൂരിത എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇവിടെ നമുക്ക് 387 നാമം, അതുപോലെ ഈ ശ്ലോകം 84 ശ്ലോകത്തോടു കൂടി ഇവിടെ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ഒന്ന് നമ്മൾ ഈ ശ്ലോകം ചൊല്ലാം. സദ്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷിവർജിത ഷഡംഗദേവത യുക്ത ഷഡ്ഗുണ്യ പരിപൂരിത. ചൊല്ലി ഇന്ന് സമർപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.